നമസ്കാരം. 2023 ഏപ്രിൽ ടിബറ്റിലെ ലാസെ ഒരു വീട്ടിലെ ഒരു അമ്മ അസ്വസ്ഥയോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവരുടെ മകള് മാർക്കറ്റിലേക്ക് പോയിട്ട് ഇതുവരെയും മടങ്ങി എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ 7-7:30 മണിയാകുമ്പോൾ അവൾ മടങ്ങി എത്തേണ്ടതാണ്. ഇപ്പോ 8:30 സമയം മുന്നോട്ട് പോകുന്തോറും ആ സ്ത്രീയുടെ അസ്വസ്ഥ കൂടി വരികയാണ്. ഏകദേശം ഒരു 8:45 ആയപ്പോൾ അവര് അടുത്ത വീട്ടിലെ അവരുടെ സുഹൃത്തിനെ കൂടെ വിളിച്ചുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി. അവർ നേരെ പോയത് അവള് പർച്ചേസ് ചെയ്യാൻ പോയ മാർക്കറ്റിലേക്കാണ്. ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറാണ് അവരെത്തിയത്. അവിടെ എത്തി അവര് മകളെ തിരക്കി. ഏകദേശം 7 മണിയോട് ഇവിടുന്ന് പോയെന്നോ? അതെ, ഇവിടുന്ന് പോയായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതെ, അവൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. 7 മണിക്ക് ആ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ നിന്ന് തന്റെ മകൾ സാധനങ്ങളും വാങ്ങി ഇറങ്ങിയെന്ന് ആ ആളുകൾ പറഞ്ഞപ്പോ അവിടെ ഉള്ളു ശരിക്കും ഒന്ന് പിടഞ്ഞു. അവർക്കൊപ്പമുള്ള കൂട്ടുകാരിയോട് പറഞ്ഞു, നമുക്ക് റോഡിലേക്ക് ഒന്ന് നോക്കാം. ആ 2 സ്ത്രീകളും ചേർന്ന് ആ രാത്രിയിൽ ആ റോഡിലൂടെ ഒരു അന്വേഷണം ആരംഭിച്ചു. സമീപത്തുള്ള കടകളിലൊക്കെ കയറി അവരുടെ മകളെ കണ്ടുവെന്ന് ആ കടക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ നേരെ മുന്നിലോട്ട് അവൾ നടന്നു പോകുന്ന കണ്ടുവെന്ന് ചില കടക്കാരൊക്കെ പറയുകയും ചെയ്തു. ആ മുന്നിലോട്ടെന്ന് പറയുന്നത് അവളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. തന്റെ മകള് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് കൃത്യമായി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ മകള് വീട്ടിലെത്തിയിട്ടില്ല. അവളെ കണ്ട കടക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൾ മുഴുവൻ അവളും അവളുടെ കൂട്ടുകാരിയും കൂടി പരിശോധിക്കുമ്പോഴേക്കും അവളുടെ ഹസ്ബൻഡും അവിടെ എത്തി. അദ്ദേഹവും അന്വേഷണത്തിന്റെ ഭാഗമായി. ഈ സമയത്ത് വിവരമറിഞ്ഞ് സമീപത്തുള്ള ആളുകളൊക്കെ അവർക്കൊപ്പം എത്തിയിരുന്നു. അവരെല്ലാവരും കൂടി ആ പെൺകുട്ടിക്ക് വേണ്ടി ആ രാത്രിയിൽ ആ തെരുവിൽ ഒരു തിരച്ചിൽ നടത്തി. രാത്രി ഏകദേശം ഒരു 9:30 ആയിട്ടും ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കിട്ടാതായതും ലാസ സെക്ടർ 3 സ്റ്റേഷനിൽ അവർ പരാതിയുമായി എത്തി. പരാതി കിട്ടിയതും പോലീസ് ആ രാത്രി തന്നെ അന്വേഷണം ആരംഭിച്ചു. അവർ ആദ്യം എത്തിയത് ആ പെൺകുട്ടി എത്തിയ ആ സൂപ്പർ മാർക്കറ്റിലാണ്. അവിടുത്തെ CCTV വിഷ്വൽ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞു. ആ പെൺകുട്ടി ഏകദേശം ഒരു 6:30 മണിയോടുകൂടി ആ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. 7 മണി വരെ അവൾ ആ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. 7 മണിക്ക് ബില്ലും കൊടുത്ത് സാധനങ്ങളുമായി അവൾ പുറത്തിറങ്ങുന്നത് വളരെ വ്യക്തമായി ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ വിഷ്വലിനെ പിന്തുടർന്ന പോലീസ് തുടർന്ന് റോഡിലുള്ള CCTV ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകളും കടകളിലുള്ള വിഷ്വലുകളും ശേഖരിച്ച് അതിങ്ങനെ പരിശോധിക്കുകയാണ്. 7 മണി മുതൽ 7:24 വരെ കൃത്യമായിട്ടും അവള് ക്യാമറകൾക്ക് അകത്തുണ്ടായിരുന്നു. 24 മിനിറ്റ് ആയപ്പോൾ അവൾ പെട്ടെന്ന് ക്യാമറയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിനുശേഷം ഒരു സ്ഥലത്തുള്ള ക്യാമറയിലും അവള് പതിഞ്ഞിട്ടില്ല. അവളെ കാണാതായ പോയിന്റിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി. അതൊരു ട്രാഫിക് ജംഗ്ഷനാണ്. അവിടെയുള്ള ആ ട്രാഫിക് ജംഗ്ഷനിൽ സീബ്ര ലൈൻ ഉണ്ട്. ആ സീബ്ര ലൈനിന്റെ അടുത്ത് അവൾ നിൽക്കുന്ന വിഷ്വൽ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവള് അപ്രത്യക്ഷമായിരിക്കുന്നത്. ആ രാത്രിയിൽ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂട്ടുകാരികളുടെ വീടുകളിലും പരിചയക്കാരുടെ വീടുകളിലും ഒക്കെ അന്വേഷണം നടത്തിയെങ്കിലും നേരം പുലർന്നിട്ടും അവളെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. പക്ഷെ രാവിലെ ഏകദേശം ഒരു 7 മണിയായപ്പോൾ ഒരു വാർത്ത അവരെ തേടിയെത്തി. ആ വിവരം അവരെ അറിയിച്ചത് പോലീസാണ്. പോലീസിൽ നിന്ന് വിവരം അറിഞ്ഞതും ആ വീട്ടുകാര് ആ പ്ലേസിലേക്ക് ഓടിയെത്തി. അവരെ ഓടിയെത്തുമ്പോൾ ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി അവിടെ ഓടയിൽ കിടക്കുകയാണ്. അവളെ ആ ഓടയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അവൾക്ക് ജീവനില്ല. ഫോറൻസിക് ടീമിന്റെ വിദഗ്ധ പരിശോധനയിൽ അവള് അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. അവളെ റേപ്പ് ചെയ്തിരിക്കുന്നത് ഒരാളല്ല, ഒന്നിലധികം ആളുകൾ അവൾ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവളുടെ ബോഡി അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ഈ സമയത്താണ് ഈ കേസ് അന്വേഷിക്കാനായി സെക്ടർ 3 സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ യോഗി എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരം കേസുകൾ വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവെ ലാസയിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ബുദ്ധമത അനുയായികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് ലാസ എന്ന് പറയുന്നത്. അഹിംസ അടിസ്ഥാന സ്വഭാവമാക്കിയിരിക്കുന്ന അവിടെ ഈ ശൈലിയിലുള്ള ഒരു റേപ്പും കൊലപാതകവും ഒക്കെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അതിവേഗം ഒരു അന്വേഷണ ടീമിനെ രൂപീകരിച്ച് അതിന്റെ തലപ്പത്ത് യോഗിയെ വെച്ചിരിക്കുകയാണ്. യോഗിയും സംഘവും ആ ബോഡി കിട്ടിയ ഭാഗത്തെത്തി. ആ ബോഡി കിടന്ന ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് യോഗി ടീമും ആദ്യം കടക്കുന്നത്. ആ ഭാഗത്തുനിന്ന് യോഗി ടീമും നേരെ എത്തിയത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ഈ സമയം ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവളെ അതിക്രൂരമായി റേപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരാളല്ല, അനവധി ആളുകളാൽ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റേപ്പ് ചെയ്തതിനു ശേഷം അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക, അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലുക. ലാസയിൽ കേട്ടുകേൾവില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ആരാണ് ആ കുറ്റകൃത്യം ചെയ്തതെങ്കിലും അവരെ നിയമത്തിന്റെ വരുതിയിൽ കൊണ്ടുവരുമെന്നുള്ള
ഒരു തീരുമാനത്തിലേക്ക് യോഗിയും കൂടെയുള്ള ടീമും എത്തി. അവര് തുടർന്ന് കിട്ടാവുന്ന എല്ലാ CCTV വിഷ്വലുകളും ശേഖരിച്ചു. ആ കുട്ടിയുമായി ബന്ധമുള്ള ആളുകളിൽ നിന്നൊക്കെ മൊഴികൾ ശേഖരിച്ചു തുടങ്ങി. അന്വേഷണം അതിവേഗത്തിൽ അങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ആ പെൺകുട്ടിയുടെ ബോഡി ഏറ്റുവാങ്ങിയ അവളുടെ വീട്ടുകാർ അവളെയും കൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. നഗരത്തിൽ അവര് താമസത്തിന് വന്നത് മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ചാണ്. വിദ്യാഭ്യാസത്തിലൂടെ അവള് ഉന്നത നിലയിലെത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവരിവിടെ എത്തിയത്. അവർക്ക് ഒരൊറ്റ മകളാണ് ഉണ്ടായിരുന്നത്. അവളാണ് ആ ലാസ നഗരത്തിൽ അവർക്ക് നഷ്ടമായത്. അതുകൊണ്ട് കൂടിയാണ് അവർ ആ ബോഡിയുമായി അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയത്. ആ പെൺകുട്ടിയോട് അടുപ്പമുള്ള വീട്ടുകാരിൽ പലരും അവളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ആ ഗ്രാമത്തിൽ അവർക്കൊപ്പം പോവുകയും ചെയ്തു. യോഗിയും കൂട്ടരും ഈ സമയത്തും ആ അന്വേഷണം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരിൽ നിന്നുള്ള മൊഴിയെടുക്കാനായി അവർക്ക് ഗ്രാമത്തിലേക്ക് ചെല്ലേണ്ടി വന്നത് അങ്ങനെയാണ്. ഗ്രാമത്തിലെത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു വല്ലാത്ത ഭാവമാണ്. സർക്കാരിനോടൊക്കെ ഒരു വല്ലാത്ത എതിർപ്പ് അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഏക മകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങും മുമ്പ് അവളെ ആരൊക്കെയോ ചേർന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബുദ്ധമത അനുയായികൾ ഒരുപാടുള്ള ലാസയിൽ ആ ശൈലിയിൽ അവരുടെ മകള് കൊല്ലപ്പെടുമെന്ന് അവരൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് സത്യം. അവരോട് സംസാരിച്ച് അവരൊന്ന് വിവരം ശേഖരിക്കാൻ യോഗയ്ക്കും കൂട്ടർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ശരിക്കും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ. യോഗയ്ക്കും കൂട്ടർക്കും അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവര് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ അധികം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 11:30 മണിയാകുമ്പോൾ യോഗിയുടെ ആ സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു. റോഡിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. വിവരം പറഞ്ഞ് യോഗി ടീമും ആ സംഭവം നടന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവിടെ ഫുട്പാത്തിലും ഓടയിലുമായിട്ട് ഒരാളങ്ങനെ കിടക്കുകയാണ്. ശരിക്കും അയാളുടെ കഴുത്ത് ആ ഓടയുടെ അറ്റത്ത് ഇടിച്ച് തല ഈ ഓടയ്ക്കുള്ളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശൈലിയിലാണ് ആ ബോഡി കിടക്കുന്നത്. തൊട്ടടുത്തായി ഒരു മൊബൈൽ ഫോൺ വീണ് കിടപ്പുണ്ട്. യോഗി ടീമും ഉടൻ തന്നെ ആ സ്ഥലം ഒന്ന് ബന്ധോസാക്കി ആ രാത്രിയിൽ തന്നെ ഫോറൻസിക് ടീമിനെ അവരവിടെ വിളിച്ചു വരുത്തുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കഴുത്ത് ഓടയുടെ വരമ്പത്ത് ഇടിച്ച് കഴുത്ത് ഒടിഞ്ഞിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ തെക്കോട്ട് മാറിയുള്ള ഒരു വീട്ടിലെ അംഗമാണ്. അവനും അവന്റെ അനുജനും കൂടി വീടിന്റെ മുറ്റത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കോള് വന്നു. അവന്റെ കൂട്ടുകാരിയാണ് ലൈനിലെന്ന് മനസ്സിലായതും അവന്റെ അനുജൻ വീടിനകത്തേക്ക് കയറി. അനുജനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ആ റോഡിലോട്ട് ഇറങ്ങി. ആ ഫുട്പാത്തിലൂടെ അവരിങ്ങനെ നടക്കുന്നത് വീടിനകത്തേക്ക് കയറപ്പോൾ അനുജൻ കാണുകയും ചെയ്തു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങി വരാത്ത കണ്ടപ്പോൾ അനുജൻ ചേട്ടനെ തിരക്കി റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച അവൻ കാണുന്നത്. അനുജൻ പറഞ്ഞ കാര്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ വീട്ടുകാരും അങ്ങനെ തന്നെ പറഞ്ഞു. ആ വീട്ടിലെ 2 മക്കളും കൂടി വീടിന്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് അകത്തിരിക്കുന്ന അവരും കണ്ടിരുന്നു. യോഗിയും കൂട്ടരും ആ വിവരങ്ങൾ ശേഖരിച്ചതിനൊപ്പം മരിച്ച ആ ചെറുപ്പക്കാരൻ ശരിക്കും എങ്ങനെയാണ് മരിച്ചെന്നുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. ഫോൺ വിളിച്ച് നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയോ കാല് തന്നെ വീണിരിക്കുകയാണ്. ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ അവന്റെ കഷ്ടകാലത്തിന് ആ ഓടയുടെ വരമ്പത്ത് കഴുത്ത് ഇടിച്ചിരിക്കുകയാണ്. ഇടിച്ചിരിക്കുന്ന വ്യക്തി ഒരു ചൈനീസ് വംശജനാണ്. ചൈനീസ് വംശത്തിൽപ്പെട്ട ആളുകൾ ടിബറ്റിൽ ഇപ്പോ പതുക്കെ കൂടി വരികയാണ്. ആരെങ്കിലും പതിയിരുന്ന് ആക്രമിച്ചതാണോ, കണ്ടാൽ ആക്സിഡന്റ് തോന്നുന്ന ശൈലിയിൽ ഒരു കൊല നടത്തിയതാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും യോഗിക്കുണ്ടായി. ആ കേസും യോഗിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞതും ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതും ഈ യോഗിയുടെ സ്റ്റേഷൻ അതിർത്തി തന്നെയാണ്. ഒരു നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിന്നാണ് ആ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഒരു മുത്തശ്ശനും അയാളുടെ ചെറുമകനും അവരുടെ വർക്ക്ഷോപ്പിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ വീടിനകത്തേക്ക് 1-2 സാധനങ്ങൾ എടുക്കാനായി പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അദ്ദേഹം തിരിച്ച് ആ വർക്ക്ഷോപ്പിരിക്കുന്ന ഷെഡിലേക്ക് ഓടിയെത്തുമ്പോൾ ചെറുമകൻ അവിടെ വീണ് കിടക്കുകയാണ്. ധാരാളം സാധനങ്ങൾ അവിടെ ചിതറി കിടപ്പുണ്ട്. ചെറുമകൻ വീണത് ചെളി വെട്ടിമുറിക്കാനായി ഉപയോഗിക്കുന്ന വലിയ കത്തിയുടെ മുകളിലാണ്. ആ കത്തി ചെറുമകന്റെ നെഞ്ചു തുളച്ച് മറുഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ യോഗിയും ആ കൂടെയുള്ള ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീമും ആ കാഴ്ച അന്തം വിട്ടാ കാണുന്നത്. ഒരാൾ വിചാരിച്ചാൽ സാധാരണഗതിയിൽ അത്ര കൃത്യമായിട്ട് നെഞ്ചി കൂടി ആ കത്തി കയറ്റി മറുഭാഗത്ത് എത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആ ചെറുപ്പക്കാരൻ ആ കത്തിയിലേക്ക് അങ്ങനെ കമിഴ്ന്നു കിടക്കുകയാണ്. നെഞ്ചി കൂടെ കയറി മറുഭാഗത്ത് എത്തിയിരിക്കുന്ന ആ കത്തി കൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. കണ്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ച. സംഭവിച്ചിരിക്കുന്നത് ഒരു ആക്സിഡന്റ് ആണ്. ആ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചിരിക്കാം എന്നൊരു അന്വേഷണമാണ് തുടക്കത്തിൽ യോഗിയും ടീമും നടത്തിയത്. അവിടെ ഒരു കാറ്റടിച്ചായിരുന്നു എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അദ്ദേഹം വീടിനകത്തേക്ക് സാധനം എടുക്കാൻ പോയപ്പോൾ പുറത്ത് ശക്തമായി കാറ്റടിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ആ കാറ്റടിച്ച്
അവര് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഏതോ സാധനം താഴേക്ക് വീഴാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ചെറുമകൻ ആ സാധനം വീഴാതെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച സമയത്ത് അവന്റെ കാല് തെന്നി അവൻ വീണതാവും. അവൻ വീണത് ആ കത്തിയുടെ മുകളിലേക്കാവും. ആ മുത്തച്ഛൻ അത് പറയുമ്പോഴും യോഗയ്ക്ക് കൂട്ടർക്കും ഒരു സംശയം അപ്പോഴും ഉണ്ട്. ആ കത്തി എങ്ങനെ കൃത്യമായിട്ട് അവിടെ എങ്ങനെ കുത്തി നിർത്തപ്പെട്ടു? അവർ ആ കാര്യം മുത്തച്ഛനോട് ചോദിച്ചു. നിങ്ങൾ എപ്പോഴും കത്തി ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കൂ? സർ, ചിലപ്പോൾ ഞങ്ങളിവിടെ കത്തി ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തും. ആ കത്തിയിലേക്ക് ഈ കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇടിച്ചിറക്കി കട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ കത്തിയുടെ മുകളിലേക്കാണ് ആ ചെറുപ്പക്കാരൻ വളരെ യാദൃശ്യവശാൽ വീണിരിക്കുന്നത്. തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ 2 അപകട മരണങ്ങളാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗിയുടെ ആ സ്റ്റേഷൻ അതിർത്തിൽ വന്നിരിക്കുന്നത്. ഒന്ന് നോർത്തിലാണെങ്കിൽ മറ്റൊന്ന് സൗത്തിലാണ്. അതിനു മുമ്പ് ഒരു കൊലപാതകവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. യോഗിക്ക് അന്വേഷിക്കാനിപ്പോ 3 മരണങ്ങളായി. ഈ സംഭവങ്ങളൊക്കെ ഇപ്പോ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായി 2 അപകട മരണം ഒരു സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുമ്പോൾ ലോക്കൽ ചാനലുകളൊക്കെ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമല്ലോ. സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെക്കുറിച്ച് ബോധത്തിലിരിക്കുമ്പോഴാണ് സെക്ടർ 5 നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ രാത്രി ഏകദേശം ഒരു 10 മണിക്ക് റോഡിൽ ഒരു കാറും ബൈക്കും തമ്മിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ തൽക്ഷണം കൊല്ലപ്പെട്ടു. അത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. ആ സെക്ടർ 5 നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ യോഗി പെട്ടെന്ന് ആലോചിച്ചത് ആ കാര്യമാണ്. അയാളുടെ സ്റ്റേഷനിൽ നടന്നിരിക്കുന്ന ആ എല്ലാ മരണങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പെൺകുട്ടി മരിച്ചതും ചൊവ്വാഴ്ചയാണ്. അതിനുശേഷം ഓടയിൽ ആ ചെറുപ്പക്കാരൻ കഴുത്തിടിച്ച് മരിച്ചതും ചൊവ്വാഴ്ചയാണ്. അത് കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ചയാണ് ആ വർക്ക്ഷോപ്പിനകത്ത് കത്തി കയറി ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ഇത് അടുത്ത ചൊവ്വാഴ്ച മറ്റൊരു സ്റ്റേഷൻ അതിർത്തിയിൽ ഒരാള് മരിച്ചിരിക്കുകയാണ്. എല്ലാ മരണങ്ങളും സംഭവിച്ചിരിക്കുന്ന ചൊവ്വാഴ്ചയുമാണ്, രാത്രിയുമാണ്. യോഗിക്ക് ഈ 4 മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യമായി ഒരു സംശയം ഉണ്ടാകുന്നത് അപ്പോഴാണ്. ആ പെൺകുട്ടി ടിബറ്റൻ വംശജയാണ്. എന്നാൽ മരിച്ചു പോയിരിക്കുന്ന ആ 3 ചെറുപ്പക്കാരും വൻകരയിൽ നിന്ന് ടിബറ്റിലേക്ക് വന്ന ചൈനീസ് വംശജരാണ്. ഒരുപാട് ചൈനീസ് വംശജർ ഇപ്പോ ടിബറ്റിൽ പല സ്ഥലത്തുമായി താമസിക്കുന്നുണ്ട്. യോഗി തന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സുപ്പീരിയർ ഓഫീസേഴ്സിന് റിപ്പോർട്ട് ചെയ്യപ്പെടാണ്. ആ 3ാമത്തെ ചെറുപ്പക്കാരന്റെ മരണം കഴിഞ്ഞതിന് ശേഷമുള്ള അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. ആ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഭാവികമായിട്ടും യോഗിയും എത്തി. യോഗി അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ മരിച്ച ആ 2 ചെറുപ്പക്കാരും ഈ ചെറുപ്പക്കാരനും യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണ്. ആ 3 പേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. തിക് ഫ്രണ്ട്സ് ആയ 3 ആളുകൾ തുടർച്ചയായി 3 ചൊവ്വാഴ്ചകളിൽ അപകട മരണങ്ങളാൽ മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ദുരൂഹത ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് മനഃപൂർവ്വം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. അദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഉള്ളതിന്റെ കൂട്ടത്തിൽ ഒരാളെന്ന നിലയിൽ യോഗി അങ്ങനെ ഇരിക്കുമ്പോൾ യോഗിയുടെ കണ്ണുകൾ 2 ചെറുപ്പക്കാരിലേക്ക് തിരിഞ്ഞു. യോഗിക്ക് അവരെ അറിയാം. 1ാമത് മരിച്ച ആ ചെറുപ്പക്കാരന്റെ സഹോദരനും 3ാമത് മരിച്ച ആ ചെറുപ്പക്കാരന്റെ ഗേൾഫ്രണ്ടുമാണ് അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും യോഗി അവരുടെ അടുത്തേക്ക് ചെന്നു. യോഗി അവരുടെ സംഭാഷണത്തിൽ ഇടപെടാതെ ആ സ്റ്റേജിൽ നടക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കുന്ന ശൈലി അവിടെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ചേച്ചി, ഇതിപ്പോ എന്താ പറയേണ്ടത്? ഞാന് ചേച്ചി കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? റിയാൻ, ഞാനും അവനും കൂടി ഒന്നിച്ച എന്റെ വീടിന്റെ മുന്നിൽ എത്തിയത്. എന്നെ വീടിന്റെ മുന്നിൽ ഇറക്കിയതിനു ശേഷം അവൻ ബൈക്കിൽ മടങ്ങി പോകുമ്പോൾ ഞാൻ വീട്ടിനകത്തോട്ട് കയറുകയായിരുന്നു. ഞാൻ വീടിന്റെ വാതിലിന്റെ അടുത്ത് എത്താറായപ്പോ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു. ഇടാ, മഴ വരാൻ പോവുകയാണ്, നിനക്ക് കോട്ട് വല്ലതും വേണമെന്ന് ചോദിക്കാനായി ഞാൻ ഒന്ന് തിരിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടത്. അവന്റെ ബൈക്കിന്റെ മുന്നിലൂടെ ഒരു പെൺകുട്ടി ക്രോസ് ചെയ്തു. പെട്ടെന്ന് ആ പെൺകുട്ടി ക്രോസ് ചെയ്തതും അവൻ ബൈക്ക് വലതു ഭാഗത്തേക്ക് വെട്ടി ഓടിച്ചു. ആ സമയത്ത് വലതു ഭാഗത്തൂടെ വരികയായിരുന്ന കാറിന്റെ മുന്നിലേക്ക് അങ്ങനെയാ അവൻ പെട്ടത്. ആ കാറുകാരന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടതാണ് ആ കാറ് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ മരണം അവള് നേരിൽ കണ്ടിരിക്കുകയാണ്. റിയാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ചേച്ചി ഒരു കാറ്റടിച്ച കേസ് പറഞ്ഞല്ലോ. ശരിക്കും ഞാനും ചേട്ടനും കൂടി മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിട്ട് ഞാൻ വീട്ടിനകത്തേക്ക് പോയിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ആയപ്പോ കാറ്റടിക്കുമ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. നല്ല കാറ്റാണ് ചേട്ടൻ, പുറത്ത് അങ്ങനെ നടക്കേണ്ടത് പറയാനായി ഞാൻ പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ചേട്ടൻ അവിടെ ഓടയിൽ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടത്. അവർ 2 പേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആ പ്രായമുള്ള മനുഷ്യൻ വന്നു. ആ 2ാമത്തെ ചെറുപ്പക്കാരന്റെ മുത്തശ്ശനാണ് അവരുടെ അടുത്തേക്ക് വന്നത്. അയാളും ഈ യോഗി ശ്രദ്ധിക്കുന്ന പോലെ ഈ ചെറുപ്പക്കാരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അയാൾ ആ കുട്ടികളോട് ചോദിച്ചു, ഏയ്, നിങ്ങൾ പറഞ്ഞ വാസ്തവാണോ? ശരിക്കും അവർ മരിക്കുന്ന മുമ്പ് കാറ്റടിച്ചിരുന്നു? അതെ ഗ്രാൻഡ്പ, കാറ്റുണ്ടായിരുന്നു. അയാൾ ഉടൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ശരിക്കും കാറ്റടിക്കുന്നത് കണ്ടായിരുന്നു? അതെ ഗ്രാൻഡ്പ, കാറ്റടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോട് കോട്ടെടുക്കാൻ പറയാനായി റോഡിലേക്ക് ഇറങ്ങാൻ പോയത്.
അത് കേട്ട ആ പ്രായമുള്ള മനുഷ്യന് വല്ലാത്തൊരു അമ്പരപ്പ്. എന്താ ഗ്രമ്പ? അല്ല, അന്ന് എന്റെ ചെറുപ്പവും മരിക്കുമ്പോഴും ഒരു കാറ്റടിച്ചിരുന്നു. ഞാൻ വീട്ടിനകത്ത് നിൽക്കുമ്പോഴാണ് കാറ്റടിക്കുന്ന ശബ്ദം കേട്ടതും ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ഓടി വന്നതാണ്. കാറ്റടിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ താഴെ വിടുമെന്ന് എനിക്കറിയാം. ഞാൻ ഓടി വന്നപ്പോഴാണ് എന്റെ ചെറുമോൻ ആ കത്തിയിൽ വീണത് കണ്ടത്. ഈ സംഭാഷണം കേട്ടു നിൽക്കുകയാണ് യോഗിക്ക് പെട്ടെന്ന് ആ 3 പേരും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സമാന സ്വഭാവം ഫീൽ ചെയ്യാണ്. ആ സംസാരിച്ച 3 പേരുടെയും ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്, രാത്രിയാണ്. 3 സ്ഥലത്തും സമാന സ്വഭാവത്തിലുണ്ടായിരുന്നത് ആ കാറ്റാണ്. യോഗി ആ ദുരൂഹമായ കാറ്റിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ റിയാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ചേച്ചി കണ്ട ആ പെൺകുട്ടി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? എടാ, അത് പിന്നെ ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല മുടിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല, ഈ ടിബറ്റൻകാരാണ്. ഈ പെൺകുട്ടിയും ഒരു ചൈനീസ് വംശജയാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ടിബറ്റൻ വംശജയായ ഏകദേശം ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ ആക്സിഡന്റ് സ്പോട്ടിൽ അവള് കണ്ടത്. ആ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഒരു ഫയലിലും കാണാത്തതുകൊണ്ട് ഈ സംഭാഷണം അത്ര എത്തിയപ്പോ യോഗി ഇടപെട്ടു. യോഗി അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, ഞാനേ സെക്ടർ 3-ലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, എനിക്കൊരു കാര്യം അറിയണം. യോഗി അവർക്ക് അറിയാം. യോഗി കണ്ടതും 3 പേരും ബഹുമാനത്തോടെ ഒന്ന് മാറി നിന്നതും യോഗി അവരോട് ചോദിച്ചു, അല്ല, ഒരു പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ 20 വയസ്സുള്ള പെൺകുട്ടിയെ ഇനി കണ്ടാൽ തിരിച്ചറിയുമോ? സർ, ഞാൻ വ്യക്തമായി കണ്ടതാണ്. ആ ആളെ എവിടെ കണ്ടാലും തിരിച്ചറിയും സർ. ഒരു ടിബറ്റൻ പെൺകുട്ടിയാണ് അത്. പക്ഷെ അവൾക്ക് ഈ മരണവുമായി ബന്ധമൊന്നുമില്ല. അവൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു കാറ്റടിച്ച് മഴ പെയ്യുന്നു തോന്നിയപ്പോ അവള് റോഡ് അതിവേഗം ക്രോസ് ചെയ്തതാണെന്നാണ്. എന്റെ ബോയ് ഫ്രണ്ടിന് ആയുസ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ സാർ. അവള് പറഞ്ഞ അതേ അഭിപ്രായമാണ് ആ ഗ്രാൻഡ് ഫാദറിനും അതുപോലെ ആ സഹോദരനും ഉള്ളത്. അവരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകളും മരണപ്പെട്ടിരിക്കുന്നത് തികച്ചും യാദൃശ്യവശാൽ ഉണ്ടായ ആക്സിഡന്റുകളിലാണ്. എന്നാൽ യോഗി അന്ന് അവിടെ നിന്ന് മടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എന്നാൽ യോഗിയും ആ 3-അംഗ ടീമുമായി സംസാരിക്കുന്നത് വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്ത ഒരാള് അവിടെ നിന്ന് പോയ ടീമിന്റെ കൂട്ടത്തിലുണ്ട്. അയാളുടെ കൂടെയുള്ള 3 പേരോടായി അയാൾ കേട്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇടാ, 3 പേരും മരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. 3 പേരും മരിച്ച സ്ഥലത്ത് കാറ്റടിച്ചിരുന്നു. നമ്മൾ ജിഗ്മയില് ബൈക്ക് ആക്സിഡന്റ് മരിക്കുമ്പോൾ അവന്റെ ആ ഗേൾഫ്രണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടു എന്നാ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് 20 വയസ്സാണ് പ്രായം. അവളൊരു ടിബറ്റൻ വംശജയാണ്. എടാ, ഞാൻ പറയുന്നത് നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവൻ അങ്ങനെ പറഞ്ഞതും ആ ടീമിന്റെ ലീഡറും തോന്നുന്ന ആ ചെറുപ്പക്കാരൻ അവനോട് ചോദിച്ചു, എടാ, നീ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി മരിച്ചു, അത് സത്യമാണ്. നമ്മൾ എല്ലായിടത്തും പോയതല്ലേ. എല്ലാം സംഭവിച്ചിരിക്കുന്നത് ആക്സിഡന്റ് ആയിട്ടാണ്. അതിനപ്പുറത്തേക്ക് വേറെന്ത് സാമ്യമുള്ളത്? ടിയാൻഷിങ്, ഞാൻ പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ 3 പേരെ കുറച്ച് പുറകോട്ട് തള്ളി മാറ്റുകയാണ്. അവിടെ നിന്ന് സംസാരിച്ചാൽ ആരും കേൾക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ശബ്ദം താഴ്ത്തി അവരോട് പറഞ്ഞു, നമ്മൾ അത് മറക്കരുത്. ആ പെങ്കൊച്ച് മരിച്ചത് എന്നാണെന്ന് അറിഞ്ഞൂടെ? ആ ചൊവ്വാഴ്ച മരിച്ചത്. നീ എന്തായി പറയുന്നത്? ആ ടിബറ്റൻ പെങ്കൊച്ചും ഈ മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നാണോ? എനിക്കറിയില്ല. അവൾ മരിച്ചത് ചൊവ്വാഴ്ചയാണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മരിച്ചത് ചൊവ്വാഴ്ചയാണ്. എനിക്കെന്തോ ഇതൊക്കെ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊരു തോന്നൽ. നീ ഇതെന്താ പറയുന്നത്? അവൾ മരിച്ചുപോയില്ലേ? അതും ഈ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ എന്ത് ബന്ധം? ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്തോ തോന്നുകയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ 4 പേരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ആ ചെറുപ്പക്കാരൻ അവന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയവും ആ സംശയത്തിന്റെ ഫലമായി അവനുണ്ടായ ഒരു ടെൻഷനുമാണ് ബാക്കിയുള്ള ആളുകളോട് പങ്കുവച്ചത്. അവരുടെ ടീം ലീഡർ ടിയാൻഷിങ് അവന്റെ ആ ഡയലോഗ് കേട്ടതും അവനോട് പറഞ്ഞു, ഏയ്, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോവാം. എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. അവളുടെ വീട്ടുകാരി നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് പോയെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അങ്ങനെ ടിയാൻഷിങ് പറഞ്ഞതും ആ 4 സംഘം പിറ്റേന്ന് രാവിലെ തന്നെ ആ പെൺകുട്ടിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാസ എന്ന ഗ്രാമത്തിൽ ആ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റി. അവരവിടെ എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ വീട്ടിലുണ്ട്. ഞങ്ങള് ലാസേന്ന് വരികയാണ്. നിങ്ങളുടെ മകൾക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു മടങ്ങുമ്പോഴാണ് അവളെക്കുറിച്ച് ഓർമ്മ വന്നത്. നിങ്ങളെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ വരെ വന്നതാണ്. മകൾക്ക് അവിടെ ലാസയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് തന്റെ മകളെ അന്വേഷിച്ച് അവിടെ വന്നിരിക്കുന്നത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് സങ്കടവും അതേസമയം ഒരു ആശ്വാസം ഉണ്ടായി. അവരുടെ ഏക മകളാണ് അവരെ വിട്ടുപോയിരിക്കുന്നത്. സംസാരിച്ചു വന്നപ്പോൾ മകളുടെ ശവസംസ്കാര ചടങ്ങൊക്കെ ചർച്ചയ്ക്ക് വിധേയമായി. മോനെ, നിനക്കറിയാമല്ലോ, ഞങ്ങള് ബുദ്ധമത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം ഞങ്ങൾ ദഹിപ്പിക്കത്തില്ല. ഞങ്ങളിവിടെ മരയുടെ മുകളിൽ
ചടങ്ങുകൾക്ക് ശേഷം ശരീരം കൊണ്ട് വെക്കുകയാണ് പതിവ്. എൻ്റെ മകളുടെ ബോഡിയും ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛൻ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറെങ്കിലും ആ ടീം അവിടെ ഇരുന്ന് സംസാരിച്ചു കാണും. അവര് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ വാഹനത്തിൽ തിരിച്ച് ലാസയിലേക്ക് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ടീം ലീഡർ ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഏയ് നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ആ പെൺകുട്ടിയുടെ ശവം വെച്ച സ്ഥലം ഒന്ന് പോയി കണ്ടാലോ. ആ ടീം ലീഡർ അങ്ങനെ പറയുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ ഒരു കാൽക്കുലേഷൻ ഉണ്ടെന്ന് അയാളുടെ ആ പറച്ചിൽ വിളിച്ചു പറയുകയാണ്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവര് ആ സ്ഥലം വരെ പോകാമെന്ന ഒരു ധാരണയിലായി. അവരുടെ ആ കാറ് ഒരു മലയുടെ താഴ്വാരത്ത് ഒതുക്കിയതിനു ശേഷം അവര് ആ മലയുടെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോൾ മാംസകഷ്ണങ്ങളൊക്കെ ആ മലയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നത് അവിടെ ദൃഷ്ടിപ്പെടുന്നുണ്ട്. പല മാംസകഷ്ണങ്ങളിലും മാംസമില്ല, എല്ലുകൾ മാത്രമേ ഉള്ളൂ. ഈ ബുദ്ധമത വിശ്വാസികളുടെ ഒരു ശവസംസ്കാര ശൈലി അതാണ്. മരിച്ചു കഴിഞ്ഞാൽ ബോഡി മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. അവിടെ കഴുകന്മാരെത്തി ആ ബോഡി അങ്ങ് ഭക്ഷിച്ചോളും. അത് സ്ഥിരം സംഭവമായതുകൊണ്ട് ഇഷ്ടംപോലെ കഴുകന്മാർ ഈ ബോഡി ഭക്ഷിക്കാനായി അവിടെ വരാറുമുണ്ട്. ആ 4 സംഘം ആ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ അവർ ആ കാഴ്ച കാണുന്നുണ്ട്. കഴുകന്മാര് ആ മലയുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആ 4 സംഘം ആ മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ ആ കഴുകന്മാര് അവരടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് പറന്ന് മാറി. ആ ബോഡി കൊണ്ടുവെക്കുന്ന സ്ഥലം ഏതാണ്ട് കോമൺ ആണ്. മാംസം ഭക്ഷിക്കുന്ന കഴുകന്മാർ എത്ര ഭക്ഷിച്ചാലും തലയോട്ടി അവിടെ കിടക്കും. അതുപോലെ തന്നെയാണ് എല്ലുകളും. ആ കാര്യത്തെക്കുറിച്ച് ഏതാണ്ട് ഉറപ്പുള്ള ആ 4 സംഘം അവിടെയുള്ള അവശേഷിക്കുന്ന ശരീരഭാഗങ്ങളൊക്കെ അങ്ങനെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ശരീരഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് അവർ നടത്തുന്നത്. അവിടെ ബോഡി കൊണ്ടുവെക്കുമ്പോൾ ആ ബോഡിയിൽ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന ഒരു പതിവ് കൂടി ബുദ്ധിസ്റ്റുകൾക്കുണ്ട്. കഴുകന്മാർ എങ്ങനെ കൊത്തിക്കീറിയാലും ആ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണും. ആ വസ്ത്രങ്ങൾ മിക്കവാറും മരിച്ച ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രമായിരിക്കും. ആ 4 സംഘം ആ മലയുടെ മുകൾ ഭാഗം വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവര് ഏതാനും മണിക്കൂറുകൾ നേരം അവിടെ പരിശോധിച്ചിട്ടും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സാധനവും അവർക്ക് അവിടുന്ന് കിട്ടിയില്ല. നേരത്തെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ സംസാരിക്കുന്ന സമയത്ത് ശവസംസ്കാര ചടങ്ങിന്റെ ഫോട്ടോസൊക്കെ അവർ കണ്ടതാണ്. ശവസംസ്കാരം നടക്കുന്ന സമയത്ത് അവൾ അണിഞ്ഞിരുന്ന ഡ്രസ്സ് അവർ ആ ഫോട്ടോയിലൂടെ നോക്കി ബോധ്യപ്പെട്ടതുമാണ്. ആ ഡ്രസ്സിന്റെ അവശിഷ്ടം ഉറപ്പായും അവിടെ ആ മലയുടെ മുകളിൽ കാണേണ്ടതാണ്. അതിന് മുമ്പ് അവിടെ കൊണ്ടുവച്ച ബോഡികളുടെയും അതിനുശേഷം കൊണ്ടുവച്ച ബോഡികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നും അവിടെയില്ല. അത് ഏതാണ്ട് ഉറപ്പായതും ആ ടീം ലീഡർ ആ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇപ്പോ എനിക്ക് കാര്യം മനസ്സിലാവുകയാണ്. ആ പെൺകുട്ടിയുടെ ബോഡി ഇവിടെ ഇല്ല. ആ പെൺകുട്ടിക്കും നീ പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ മരണത്തിന് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. നമുക്ക് നാളെ തന്നെ ജിയാങ്ങിന്റെ ആ ഗേൾഫ്രണ്ടിനെ പോയിന്ന് കാണണം. എനിക്ക് അവളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജിയാങ് അങ്ങനെ പറയുമ്പോൾ അവൻ എന്തോ തീരുമാനിച്ചുറച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. എന്തായാലും ആ സംഘം ആ മലയിൽ നിന്ന് താഴെ ഇറങ്ങി അവരുടെ വാഹനത്തിൽ കാസയിൽ നിന്ന് ലാസയിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിയായപ്പോൾ അവര് ആ പെൺകുട്ടിയെ തിരക്കി ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. അവള് ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് മുക്തിയായിട്ടില്ല. അവൾക്ക് ആ വന്ന ആളുകളെ അറിയാം. അവളുടെ ബോയ് ഫ്രണ്ട് ജിയാങ്ങിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് ആ 4 സംഘം. ടിയാൻഷെങ് ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ അന്ന് ജിയാങ് കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടിയെ കണ്ടാൽ ഇനി നീ ഓർക്കുമല്ലോ? തീർച്ചയായിട്ടും. അങ്ങനെ അവൾ പറഞ്ഞതും ടിയാൻഷെങ് ഒരു പത്രവാർത്ത അവളെ കാണിച്ചു. ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധിപ്പിച്ച പത്രവാർത്തയാണ്. ആ പത്രത്തിൽ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കിയ ആ പെൺകുട്ടി അറിയാതെ പറഞ്ഞു പോവുകയാണ്, ദൈവമേ, ഇവള് തന്നെ, ഇവിടെയാണ് ഞാൻ കണ്ടത്. ആ ഡയലോഗ് ആ പെൺകുട്ടി പറഞ്ഞതും ആ 4 സംഘം ശരിക്കും ഞെട്ടി പുറകോട്ട് മാറിപ്പോവുകയാണ്. ഏയ് ടീന, നീ പറഞ്ഞത് ശരിയാണോ? ടിയാൻഷെങ്, ഞാനെന്തിനു കള്ളം പറയണം? ജിയാങ്ങിന്റെ ബൈക്കിന്റെ മുന്നിലേക്ക് വന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. ഉറപ്പാണ്, ഞാൻ കണ്ടതാണ്. അയ്യോ, ഞാൻ എന്തുകൊണ്ട് ഇത് ആലോചിക്കാത്തത്? ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ ടിവിയിലേക്ക് എപ്പോഴും വരുന്നതല്ലേ? ടീന ആ കാര്യം തീർത്തു പറഞ്ഞതും ആ 4 സംഘം ടീനയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. കാറിനകത്തേക്ക് അവർ കയറുമ്പോൾ 4 പേരും നിശബ്ദരാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ വാഹനം ഒരു പാർക്കിലെത്തി. പാർക്കിൽ ആ 4 പേരും ഒരു പുൽത്തകിടിയിൽ വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആ പുൽത്തകിടിയിൽ അവര് ഒന്നും മിണ്ടാതിരുന്നു. അവസാനം ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളുടെ മരണവും ആ പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ്. നമുക്ക് ആരോടെങ്കിലും കാര്യം തിരക്കേണ്ടിയിരിക്കുന്നു.
ഷിയാൻജിങ് അങ്ങനെ പറഞ്ഞതും ഹാൻജിയാൻ ഷിയാൻജിങ്ങിനോട് ചോദിച്ചു, ഏയ് ഷിയാൻജിങ്, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഹാൻജിയാൻ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും സമയം നിശബ്ദനായിരുന്ന ബാക്കി രണ്ടുപേരിൽ ഒരാൾ ഷിയാൻജിങ്ങിനെയും ഹാൻജിനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ഒരാളെ അറിയാം, ആ ആളോട് നമുക്കൊന്ന് സംസാരിക്കാം. അല്ല, നീ എന്താ സംസാരിക്കാൻ പോകുന്നത്? ഹാൻജിയാൻ, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പറയാം. ആ സംശയങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വ്യക്തി ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ബാക്കി 3 പേർക്കും അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. ഒരു കാരണവശാലും അവര് വാവിട്ട് ഒന്നും പറയാൻ പാടില്ല. എന്തായാലും ആ 4-അംഗ ടീം ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലെത്തി. അവിടെ ആ വീടിന്റെ മുറ്റത്ത് ഒരു പക്ഷികളുടെ കൂടുണ്ട്. ആ കൂട്ടിനകത്തുള്ള പക്ഷികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നല്ല താടി വളർത്തിയ ഒരു മനുഷ്യൻ ആ വീടിന് ചുറ്റും നടക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടതും ആ 4 പേരും കൈകൾ കൂപ്പി അദ്ദേഹത്തെ വണങ്ങി. മാസ്റ്റർ, ഞങ്ങള് ഒരു കാര്യം അറിയാനാ വന്നത്. ഏയ് ടിയാൻ, എന്താടാ സുഹൃത്തുക്കളുമായിട്ട് നീ എന്നെ കാണാൻ വെറുതെ വരില്ലെന്നറിയാം, നീ കാര്യം പറ. മാസ്റ്റർ, ഞങ്ങൾക്ക് ഒരു സംശയം. മാസ്റ്റർ ഈ അടുത്ത കാലത്ത് നടന്ന മരണങ്ങളെ കുറിച്ചൊക്കെ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ആ ടിയാൻ, നീ പറ, ഞാനത് അറിഞ്ഞ കാര്യമാണ്. നിന്റെ സുഹൃത്തുക്കളാണ് മരിച്ചത്. മാസ്റ്റർ, ഞങ്ങൾ 7 പേരും ഒരു ടീമായിരുന്നു. ഞങ്ങളുടെ ടീമിലെ 3 പേരാണ് മരിച്ചത്. ബാക്കി ഞങ്ങൾ 4 പേരാ ഉള്ളത്. ഞങ്ങൾക്കൊരു ഭയം തോന്നുന്നു. ഏയ്, നിങ്ങൾ എന്തിനു ഭയക്കണം? മാസ്റ്റർ, എന്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ആ 3 പേരും തികച്ചും ആകസ്മികമായിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരിച്ച 3-ാമത്തെ ആള് ജിയാങ് ആണ്. മാസ്റ്റർക്ക് അറിയാമല്ലോ. ജിയാങ് മരിച്ച സമയത്ത് ജിയാങ്ങിന്റെ ബൈക്കിന് തൊട്ടു മുന്നിൽ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞ വിവരമാണ് ശരിക്കും ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഏയ് ടിയാൻ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? മാസ്റ്റർ, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ടിബറ്റൻ പെൺകുട്ടി നമ്മുടെ ഈ ലാസയിൽ കൊല്ലപ്പെട്ടത് വാർത്തയായത് മാസ്റ്റർ ഓർക്കുന്നില്ലേ? ആ, ഞാൻ ഓർക്കുന്നുണ്ട്. അത് വലിയ സെൻസേഷനായ വിഷയമല്ലേ? മാസ്റ്റർ, ആ പെൺകുട്ടിയെ ജിയാങ്ങിന്റെ ബൈക്കിന് മുന്നിൽ കണ്ടു എന്നാണ് അവന്റെ ഗേൾഫ്രണ്ട് ടിന ഞങ്ങളോട് പറഞ്ഞത്. അത് കേട്ടതും ആ മാസ്റ്റർ അവരൊന്ന് നോക്കിയിട്ട് അവിടെയുള്ള ഒരു സിമന്റ് ബെഞ്ചിലേക്ക് ഇരുന്നു. അദ്ദേഹം എന്നിട്ട് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കും. ആ ചെറുപ്പക്കാരും ആ ബെഞ്ചിലേക്ക് ഇരുന്നു. മാസ്റ്റർ, ടിന വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ആ സമയത്ത് ഒരു കാറ്റടിച്ചിരുന്നു. അതുപോലെ മറ്റു 2 സുഹൃത്തുക്കൾ മരിച്ച സ്ഥലത്തും അതേ ശൈലിയിൽ കാറ്റടിച്ചിരുന്നു എന്ന് ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഈ കാറ്റും ആ പെൺകുട്ടിയും 3 സുഹൃത്തുക്കളുടെ മരണവും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യാണ്. അത് കേട്ടതും മാസ്റ്റർ ഒരു നിമിഷം കണ്ണുകളങ്ങ് അടച്ചു. ടിയാൻഷങ്ങും ടിയാനും ഹാൻസിയാനും ആ 4-അവനും നിശബ്ദരായി ആ കണ്ണടച്ചിരിക്കുന്ന മാസ്റ്റർ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്പനേരങ്ങൾക്ക് ശേഷം ആ മാസ്റ്റർ കണ്ണു തുറന്നു. അയാള് ആ 4 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ പക്ഷേ സത്യസന്ധമായി ഉത്തരം പറയണം. മാസ്റ്റർ അങ്ങനെ ചോദിച്ചതും ആ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി. ടിയാനാണ് മറുപടി പറഞ്ഞത്. മാസ്റ്റർ ചോദിച്ചു, ഞങ്ങൾക്ക് അറിയാവുന്ന എന്ത് കാര്യം പറയാം. അത് കേട്ടതും മാസ്റ്റർ അവരെ 4 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ആ പെൺകുട്ടിയുടെ മരണവും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? മാസ്റ്റർ ആ ചോദ്യം ചോദിച്ചതും ആ ചെറുപ്പക്കാര് ഞെട്ടുന്നത് ശരിക്കും പ്രകടമായിരുന്നു. ടിയാൻ അറിയാതെ വിളിച്ചു പോന്നു, മാസ്റ്റർക്ക് എങ്ങനെ? അവന്റെ വായിന്ന് അറിയാതെ വിടുപോയ ഒരു വാക്കാണ്. മാസ്റ്റർ ആ 4 പേരെയും ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങള് ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. ആ പെൺകുട്ടിക്ക് വെറും 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ പെൺകുട്ടിയെ നിങ്ങൾ 7 ചേർന്ന് ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ദുരന്ത ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. അവള് ശരിക്കും ദൂലാങ്ങായി മാറിയിരിക്കുകയാണ്. അതോ ദൂലാങ് അവളുടെ ബോഡി സംഘടിപ്പിച്ചു. 2-ൽ-1 സംഭവിച്ചിരിക്കുകയാണ്. ദൂലാങ്ങോ? മാസ്റ്റർ എന്തായി പറയുന്നത്? അതെ, ദൂലാങ്ങിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ 3 പേരും കൊല്ലപ്പെടുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ ബോഡി ദൂലാങ്ങിന് കിട്ടിയതുകൊണ്ട് ദൂലാങ് അവളെ റേപ്പ് ചെയ്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ 3 സ്ഥലത്ത് കാറ്റടിച്ചു? ദൂലാങ് എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ ദൂലാങ്ങിന്റെ കഥ അവർക്ക് എല്ലാവർക്കും അറിയാം. ദൂലാങ് ഒരു ദുഷ്ട ആത്മാവാണ്. ദൂലാങ് ഒരു കാറ്റായിട്ടാ വരിക. ആ കാറ്റത്ത് ദൂലാങ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൂലാങ്ങിന് ഒരു രൂപം ഉണ്ടാവും. ആ രൂപം നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ അവസാനിക്കും. ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന ആ 3 പേരും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൂലാങ്ങിനെ കണ്ടിട്ടുണ്ടാവും. ദൂലാങ്ങിനെ അവർ കാണുമ്പോൾ ദൂലാങ്ങിന്റെ രൂപം ആ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ രൂപമാവും. ആ ചെറുപ്പക്കാരുടെ മാസ്റ്റർ കാര്യങ്ങൾ വിശദമാക്കിയതും
ആ 4 പേരും വിറച്ചു തുടങ്ങി. അവരതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മാസ്റ്റർ അവരോട് മറ്റൊരു കാര്യം പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടി ദൂലാങ്ങായി മാറണമെങ്കിൽ ഒരു കാര്യം നടക്കണം. അവള് ടിബറ്റൻ വംശജയാണല്ലോ, ബുദ്ധമത വിശ്വാസിയുമാണ്. അവളുടെ ബോഡി ഉറപ്പായും അതുകൊണ്ട് കഴുകുമാർക്ക് തിന്നാൻ വിട്ടുകൊടുക്കുകയാണ്. കഴുകന്മാരെ അവളുടെ ബോഡി തിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവളുടെ ബോഡിയിൽ ദുലാങ്ങിന് കയറാൻ പറ്റില്ല. അത് കേട്ടതും ടിയാൻ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ, ഞങ്ങള് അവളുടെ വീട്ടിൽ പോയിരുന്നു. അവളുടെ വീട്ടുകാർ അവളുടെ ബോഡി കഴുകന്മാർക്ക് കഴിക്കാനായി മലയുടെ മുകളിൽ കൊണ്ടുവച്ചായിരുന്നു. മാസ്റ്റർ, അവിടെ ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം? മാസ്റ്റർ, ഞങ്ങൾ ആ മലയിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അവിടെ ആ മരിച്ച പെൺകുട്ടി ഡോൾമയുടെ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു അവശിഷ്ടവുമില്ല, തലയോട്ടിയോ എല്ലുകളോ ഇല്ല. അവിടെ അങ്ങനെ ആ ബോഡിയുമായി ബന്ധപ്പെട്ട ഒന്നും കാണാത്തതുകൊണ്ടാണ് ശരിക്കും ഞങ്ങൾ മാസ്റ്റർ തേടി വന്നത്. ടിയാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയതും മാസ്റ്റർ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാര്യം സംഭവിച്ചിരിക്കും. ആരോ ആ ബോഡി അവിടെ നിന്ന് എടുത്തു കാണും. മാസ്റ്റർ, ആ ബോഡി എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ടിയാൻ, അവിടെയാണ് ആ ലോബ്സങ് താമസിക്കുന്നത്. ലോബ്സങ്ങോ? അയാള് ശരിക്കൊരു ഡോക്ടറാണ്, അതേ സമയത്ത് ഒരു മന്ത്രവാദിയുമാണ്. എപ്പോഴും അയാളുടെ തലയിലെ ഒരു നട്ട് ഇളകിയതാണ്. അതിനുശേഷം അയാളുടെ പ്രവർത്തന മേഖല ഈ ഡെഡ് ബോഡികളുമായി ബന്ധപ്പെട്ടാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്താകുമ്പോഴാണല്ലോ ഒരാൾ മരിച്ചതായിട്ട് നമ്മൾ പറയുക. അയാൾ പറയുന്നത് ആ ആത്മാവിന് ആ ബോഡിയിൽ നിൽക്കാൻ പറ്റാതായപ്പോൾ ആത്മാവ് പുറത്തായതാണെന്നാണ്. ആ ബോഡിയിൽ ആത്മാവിന് കയറാൻ പറ്റുന്ന ശൈലിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയാൽ ആത്മാക്കൾ ഉറപ്പായും ബോഡിയിലേക്ക് തിരിച്ചു കയറുമെന്നാണ് അയാളുടെ വാദം. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ബോഡിയിൽ വീണ്ടും ജീവൻ കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുമെന്നാണ് അയാൾ പറയുന്നത്. അയാൾ അതിനുവേണ്ടി പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ആ ഖാസ മലയിൽ പലപ്പോഴും ഒരുപാട് ബോഡികൾ ആളുകൾ കഴുകന്മാർക്ക് കഴിക്കാനായി കൊണ്ടുവയ്ക്കും. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കഴുകന്മാർ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എല്ലുകൾ ശേഖരിക്കാനായി ബന്ധുക്കൾ മലയിലേക്ക് വരിക. അവർ ആ എല്ലുകൾ സ്വീകരിച്ചിട്ട് അതിനെ പൊടിച്ച് ചെടികൾക്ക് വളമായി ഇടുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അതിനെ എല്ലെടുക്കാൻ ചെല്ലുമ്പോഴാണ് ബോഡി നഷ്ടപ്പെട്ട കാര്യം ആളുകൾ അറിയുക. ആ ബോഡി ഈ ലോബ്സിങ് കൊണ്ടുപോകുന്നതാണ്. ആ മലയിൽ നിന്ന് ആരും അറിയാതെ മോഷ്ടിക്കുന്ന ബോഡിയിൽ അയാളുടെ പരീക്ഷണങ്ങൾ നടത്തും. ആ പരീക്ഷണങ്ങൾ അയാൾ നടത്തി തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇന്നുവരെ അയാൾക്ക് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല. മരിച്ച ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അയാളുടെ ഒരു ശ്രമം ഒരു ഭ്രാന്ത പരീക്ഷണമാണ്. അയാൾ ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ ബോഡിയും ആ മലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കാണും. അതിൽ അയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അയാൾ ആ പരീക്ഷണത്തിൽ പകുതി വിജയിച്ചാൽ പ്രശ്നമാണ്. മാസ്റ്റർ എന്തായി പറഞ്ഞു വരുന്ന ടിയാൻ, അയാൾ ആ ബോഡിയിൽ ഒരു ചൂട് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ആത്മാവിനെ അയാൾ വിളിച്ചു വരുത്തി ആ ബോഡിയിലേക്ക് കയറ്റാനായിരിക്കുമല്ലോ ശ്രമിക്കുക. പക്ഷേ ആ സമയത്ത് വേറെയും ആത്മാക്കൾ ചുറ്റുവട്ടത്തുണ്ടാവും. അങ്ങനെ ഉള്ള ആത്മാക്കളിൽ ഒന്ന് ഈ പറഞ്ഞ ദുലാങ് ആണെങ്കിൽ ദുലാങ് ആ ബോഡി പിടിച്ചെടുക്കും. ദുലാങ്ങിന്റെ നിയന്ത്രണത്തിലേക്ക് ആ ബോഡി എത്തും. ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അയാളുടെ മന്ത്രോച്ചാരണത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോഴാണെന്നാണ് ദുലാങ്ങിന്റെ കഥകളിൽ പറയുന്നത്. ദുലാങ്ങിനെ കയറാനല്ല യഥാർത്ഥത്തിൽ ബോഡി ഈ മന്ത്രവാദി ഒരുക്കുക. പക്ഷെ കഷ്ടകാലത്തിന് മന്ത്രം തെറ്റിപ്പോകുമ്പോൾ ദുലാങ് അതിനകത്ത് കയറിപ്പറ്റും. ശരിക്കും അതിനു മുമ്പ് ഒരു മെഡിക്കൽ ഡോക്ടറുടെ എല്ലാവിധ എക്സ്പീരിയൻസും അയാൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ ബോഡി കേടുകൂടാതിരിക്കണം, ആ ബോഡിക്ക് ആവശ്യമായ ചൂടുണ്ടാക്കണം, ആ ബോഡിയിൽ ഒരു ചലനം ഉണ്ടാക്കാനുള്ള അയാളുടെ ശ്രമം ചിലപ്പോൾ വിജയിച്ചു കാണും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സുഹൃത്ത് ജിയാങ്ങിന്റെ ആ ഗേൾഫ്രണ്ട് ടിന ആ പെൺകുട്ടിയെ കണ്ടത്. മാസ്റ്റർ അതുവരെ കേട്ട കാര്യങ്ങളെ അവലോകനം നടത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു നിഗമനം ആ 4 സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ആ 4 പേരും മാസ്റ്റർ പറഞ്ഞ കാര്യം കേട്ട് നിശ്ചലരായി അങ്ങനെ ഇരിക്കുമ്പോൾ മാസ്റ്റർ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കാസിലേക്ക് മടങ്ങും. അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ടുപിടിക്കാൻ നോക്ക്. അയാളിപ്പോൾ ഡോക്ടറാണോ മന്ത്രവാദിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല. അയാൾ ആ പെൺകുട്ടിയുടെ ബോഡിയിൽ എന്തെങ്കിലും ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ മാസ്റ്റർ പറഞ്ഞതും ആ 4 സംഘം മാസ്റ്ററോട് യാത്ര പറഞ്ഞ് അവിടുന്ന് കാസിലേക്ക് തിരിച്ചു. അവര് കാസിലെത്തുമ്പോൾ വൈകുന്നേരം ഏകദേശം 4 മണിയായിട്ടുണ്ടാവും. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവർക്ക് ആ ലോബ്സിങ് താമസിക്കുന്ന മല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ലോബ്സിങ് താമസിക്കുന്ന ആ മലയുടെ ഭാഗത്തേക്ക് ആളുകളാരും പോകാറൊന്നുമില്ല. ഈ കാസയിലെ ആളുകളോട് ഞങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്നും ഞങ്ങൾക്ക് ഡോക്ടർ ലോബ്സിങ്ങിനെ കണ്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്നൊക്കെ ആ ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ ആളുകൾ ആ സ്ഥലം കാണിച്ചു കൊടുത്തതാണ്. അയാൾ നടത്തുന്ന പരീക്ഷണം
ആത്മാക്കളെ ബോഡിയിലേക്ക് വലിച്ചു കയറ്റാനാണെന്നുള്ള കാര്യം ആ നാട്ടുകാർക്ക് അറിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരു വട്ടൻ ഡോക്ടറുടെ ഒരു വട്ട് പരീക്ഷണം എന്ന നിലയിൽ ആളുകൾ ആ വിഷയത്തെ അങ്ങനെ കണ്ടിരിക്കുകയാണ്. ആ 4 സംഘം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ നടന്ന് മലകൾക്കിടയിലുള്ള ആ ഗുഹയിലേക്ക് എത്തി. ആ ഗുഹയ്ക്കകത്തേക്ക് കയറപ്പോൾ ശരിക്കും ഒരു ലാബിന്റെ എല്ലാ സെറ്റിൽമെന്റും അവര് കാണുകയാണ്. ആ ലാബിനകത്തേക്ക് കടന്ന അവർ അല്പസമയത്തിനകം ആ കാഴ്ച കണ്ടു. അവിടെ ഒരു വലിയ കളം വരച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ആ കളത്തിന്റെ ഒത്തുനടുക്ക് ഒരാള് കിടന്നതിന്റെ എല്ലാ ലക്ഷണമുണ്ട്. പക്ഷെ ആളവിടെ ഇല്ല. ചുറ്റുവട്ടത്തും പൂക്കളും പൊടികളും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ചിതറിക്കിടപ്പുണ്ട്. എന്തോ ഒരു താന്ത്രിക വിദ്യ അവിടെ നടത്തി നോക്കിയതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ആ ഡോക്ടർക്ക് ഈ താന്ത്രിക വിദ്യയിലും മന്ത്രവാദത്തിലും ഒക്കെ താല്പര്യമുണ്ടെന്ന് ആ മാസ്റ്റർ പറഞ്ഞപ്പോൾ അവര് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നില്ല. ഇപ്പോ ആ 4 സംഘത്തിന് ആ കാര്യം ബോധ്യമാവുകയാണ്. അവര് ആ ഗുഹയ്ക്ക് മുഴുവൻ പരതിയെങ്കിലും ഡോക്ടർ അവിടെ ഇല്ല. ആ ഗുഹയിൽ നിന്ന് ഇടത്തോട്ട് ഇറങ്ങുന്ന വഴിയിലോട്ട് അവർ ഇറങ്ങിയപ്പോൾ പക്ഷെ അവർ ആ കാഴ്ച കണ്ടു. ആ വഴിയിൽ ഒരു ശൂലം കുത്തി നിർത്തിയിട്ടുണ്ട്. ആ ശൂലത്തിൽ സാക്ഷാൽ ഡോക്ടർ ലോബ്സൺ അങ്ങനെ കൊരുത്ത് കിടക്കുകയാണ്. ശൂലത്തിൽ കുത്തിയെടുത്ത് അയാളെ അവിടെ കുത്തി നിർത്തിയിരിക്കുകയാണെന്നോ അതോ കുത്തി നിർത്തിയിരിക്കുന്ന ശൂലത്തിലേക്ക് അയാളെ എടുത്ത് ഇടിച്ചു വെച്ചതാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ശരീരം 3 അഗ്രവും അയാളുടെ ബോഡിയിലൂടെ കയറി പുറത്തിറങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ ബോഡി കൂടി ഒലിച്ചിറങ്ങിയിരിക്കുന്ന രക്തം ആ ശൂലത്തിലൂടെ തറയിൽ വീണ് കിടപ്പുണ്ട്. അയാളുടെ ബോഡിയിൽ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, അഴുകി നാമവിശേഷമായിരിക്കുകയാണ്. അയാൾ മരിച്ചിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. ആ കാഴ്ച കണ്ട് ഭയന്നുപോയ ആ സംഘം ആ ചെറുവഴിയിൽ നിന്ന് ഓടി വീണ്ടും ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ആ ഗുഹയ്ക്കുള്ളിൽ ഇപ്പോൾ അവരുടെ കണ്ണുകൾ തങ്ങി നിൽക്കുന്നത് ആ കളത്തിൽ തന്നെയാണ്. ശരിക്കും ആ കാഴ്ചയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവിടെ കൺഫ്യൂഷൻ കൂടി വരികയാണ്. ആ 4 സംഘത്തിന്റെ ആ അന്വേഷണം അങ്ങനെ നടക്കുമ്പോൾ ലാസയിൽ SHO യോഗി അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളുമായി ആ നഗരത്തിലെ CCTV വിഷ്വലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പരിശോധിക്കുന്നത് ആ പെൺകുട്ടി കൊല്ലപ്പെട്ട ദിവസത്തെ CCTV വിഷ്വലുകളാണ്. ഡോൾമ അവസാനം ആ ട്രാഫിക് സിഗ്നലിൽ എത്തിയ വിഷ്വൽ നേരത്തെ അവർ പരിശോധിച്ചതാണ്. ഇപ്പോ ഡോൾമയെ അല്ല യഥാർത്ഥത്തിൽ യോഗിയും ടീമും തിരയുന്നത്. അവര് ഡോൾമ മരിച്ചതിന് ശേഷമുള്ള ചൊവ്വാഴ്ചകളിലായി മരിച്ച ആ 3 ചെറുപ്പക്കാരെയും ആ ദിവസം ഡോൾമയുടെ സമീപത്ത് എവിടെയെങ്കിലും കണ്ടു എന്നാണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ CCTV വിഷ്വലുകളിലൂടെ നോക്കി വരുമ്പോൾ ഡോൾമ നിന്ന ആ ട്രാഫിക് സിഗ്നലിന്റെ ഭാഗത്ത് അവളുടെ പുറകിലായി ഒരു SUV വന്ന് നിൽക്കുന്നത് യോഗിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ SUVയുടെ പിക്ചറിലേക്ക് അവര് സൂം ചെയ്യുമ്പോൾ ആ SUVയുടെ മുൻഭാഗത്ത് ആ ബൈക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ജിയാങ് ഇതാ ഇടതുവശത്തെ സീറ്റിൽ ഇരിക്കുകയാണ്. ആ കാഴ്ച കണ്ട യോഗിയും അന്വേഷണ ഉദ്യോഗസ്ഥരും അമ്പരപ്പോടെ ആ വിഷ്വലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൊല്ലപ്പെട്ട ഡോൾമയ്ക്കും അതിനുശേഷം ആക്സിഡന്റിൽ മരിച്ച ജിയാങ്ങിനെ കൂട്ടർക്കും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ഒരു കഥ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ തികച്ചും യാദൃശ്ചിവശാൽ ഒരേ ഫ്രെയിമിൽ ഡോൾമയും ജിയാങ്ങും പെടുന്നത്. അവര് ആ SUVയുടെ വിഷ്വലുകളെ ഫോളോ ചെയ്ത് തുടങ്ങി. SUVയുടെ വിഷ്വലിനെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് അടുത്ത പോയിന്റിൽ നിന്ന് ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽ കിട്ടി. ആ വിഷ്വലിനകത്ത് SUVയുടെ അകം കൃത്യമായും ക്യാമറയിൽ പതിയുന്നില്ല. പക്ഷേ ആ SUVക്കകത്ത് ഒത്തിരിയേറെ ആളുകൾ ഉള്ളതുപോലെ ഒരു സൂചനയുണ്ട്. പോലീസ് ആ SUVയെ ആ ദിവസത്തെ വിഷ്വലുകളിലൂടെ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ ഫോളോ ചെയ്യുമ്പോൾ അവരെ എത്തിച്ചേർന്നത് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ട ആ ടൗണിന്റെ ആ പ്രാന്തപ്രദേശമാണ്. അവിടെ വെച്ച് വിഷ്വലുകൾ കട്ടാവുകയാണ്. ആ ഭാഗത്ത് CCTV ക്യാമറ ഇല്ല. പിന്നീട് CCTV ക്യാമറയിൽ ആ SUV പെടുന്നത് ആ സ്ഥലത്ത് നിന്ന് ടൗണിനുള്ളിലേക്ക് ആ SUV വരുമ്പോഴാണ്. പക്ഷേ ഈ 2 വിഷ്വലുകളിനിടയിൽ കുറെ ഏറെ മണിക്കൂറുകൾ മിസ്സായിട്ടുണ്ട്. ശരിക്കും ആ സമയത്താണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ ട്രാഫിക് സിഗ്നലിൽ അടുത്ത് വെച്ച് ഡോൾമയെ വിഷ്വലിൽ കൃത്യമായി അവർ കണ്ടിട്ടുണ്ട്. ആ SUV കടന്നുപോയതിനു ശേഷം ഡോൾമയെ ആരെയും കണ്ടിട്ടില്ല. SUVക്കുള്ളിലേക്ക് ഡോൾമയെ ബലമായി പിടിച്ചു കയറ്റി. അങ്ങനെ പിടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഷ്വൽ ഏത് ക്യാമറയിലാവും ഉണ്ടാകുക? നമ്മുടെ യോഗിൻ ടീമും ആ ട്രാഫിക് സിഗ്നലുള്ള സ്ഥലത്തെത്തി. ആ ട്രാഫിക് ജംഗ്ഷനിൽ ഡോൾമയും അതുപോലെ SUV വാഹനവും നിന്ന പോയിന്റുകൾ അവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഡോൾമ അവിടെ ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുവഴി കടന്നുപോയ SUVയുടെ ഡോറ് തുറന്ന് ആരോ
ഡോൾമയെ വലിച്ചു കയറ്റിയതാണ്. അവരവിടെയുള്ള എല്ലാ ക്യാമറയും നോക്കി. പക്ഷെ ആ ഭാഗത്ത് അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നാൽ പതിയത്തക്ക രീതിയിൽ ക്യാമറകൾ ഒന്നും തന്നെയില്ല. ക്രൈമിന്റെ ലൈവ് റെക്കോർഡിംഗ് ആണ് യഥാർത്ഥത്തിൽ അവിടെ കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ അത് മിസ്സായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ SUV അത് ഈ കഥയിൽ നിർണായകമായ ഒരു സംഭവമാണ്. അവർ ആ SUVയുടെ തിരിച്ചുള്ള വിഷ്വലുകൾ ഫോളോ ചെയ്ത് നഗരത്തിലെത്തിയപ്പോൾ ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിൽ SUV വന്ന് നിൽക്കുന്ന വിഷ്വൽ അവർക്ക് കിട്ടി. ആ SUVയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് 7 പേരാണ്. അതിൽ 3 പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ള 4 പേരുടെയും മുഖം വളരെ വ്യക്തമായിട്ട് തന്നെ ക്യാമറകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ 7 പേർക്കും കൊല്ലപ്പെട്ട ഡോൾമയ്ക്കും തമ്മിൽ എന്താണ് ബന്ധം? യോഗി ഇപ്പോ ആ സത്യം തിരിച്ചറിയുകയാണ്. ഡോൾമ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ 7 പേരും കാരണമാണ്. പക്ഷേ ആ 7 പേരുടെയും ഐഡന്റിറ്റി, അതാണ് വിഷയം. അവരെ ഈ ലാസ്റ്റ് സിറ്റിയിലെ ശരിക്കും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണ്. അതിലെ ഒരു കക്ഷി ലാസയിലെ മുനിസിപ്പൽ ചെയർമാന്റെ മകനും കൂടിയാണ്. അവന്റെ ഗ്യാങ് ആ മുനിസിപ്പാലിറ്റിയിൽ ചെയ്യാത്ത തെമ്മാടിത്തരങ്ങൾ ഇല്ല എന്ന് പറയാം. അവനെ തൊടാൻ ആരും ഒന്നും മടിക്കും. പക്ഷെ എന്നിട്ടും അവന്റെ കൂട്ടത്തിലെ 3 ആളുകൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി അവനും ബാക്കി 3 പേരുമാണ് ഉള്ളത്. അവരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് യോഗിക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടെങ്കിലും കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. കൺഫേം ആക്കണമെങ്കിൽ ഒരു DNA പരിശോധന അനിവാര്യമാണ്. അതിനുവേണ്ടി പിറ്റേ ദിവസം ആ 4 പേരെയും സ്റ്റേഷനിലേക്ക് യോഗി വിളിപ്പിച്ചു. അവരോട് ഒരു കാര്യം മാത്രമാണ് യോഗി ചോദിച്ചത്. ഏപ്രിൽ 3 രാത്രി, ഏപ്രിൽ 4 പുലർച്ചെ അവര് എവിടെയായിരുന്നു എന്ന്, ആ രാത്രിയിൽ അവർ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. സർ, ഞങ്ങള് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ അടുത്തോ? അവിടെ എന്തിനാ സർ? ഞങ്ങളൊരു ടൂർണമെന്റിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര മണിവരെ? ഏകദേശം ഒരു 9 മണിവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വാഹനങ്ങളിൽ വീടുകളിലേക്ക് പോയി. ടിയാൻഷെങ് എന്ന ലീഡർ അത് പറയുമ്പോൾ ശരിക്കും യോഗിയുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ അയാൾ ശേഖരിച്ച ആ വിഷ്വൽ മറ്റൊരു കാഴ്ച കാണിക്കുന്നുണ്ട്. ഏകദേശം 7:30 മണിക്ക് ടിയാൻഷെങ് ഉള്ള ആ വാഹനം ആ ട്രാഫിക് ഐലൻഡിൽ ഡോൾമയ്ക്ക് സമീപത്ത് നിൽക്കുന്ന ദൃശ്യമാണ് യോഗിരാജിന്റെ കമ്പ്യൂട്ടറിൽ കാണുന്നത്. ആ കമ്പ്യൂട്ടർ ദൃശ്യം യോഗിരാജിന്റെ മുന്നിലിരിക്കുന്ന ആ ചെറുപ്പക്കാർക്ക് കാണാൻ പറ്റില്ല. ആ ചെറുപ്പക്കാര് മനഃപൂർവ്വം കള്ളം പറയുകയാണ്. അക്കാര്യം ഉറപ്പായതും അവന്മാരോട് കാര്യം പറയാതെ തന്നെ ഒരു ടെസ്റ്റ് കൂടി നടത്താൻ യോഗിരാജ് തീരുമാനിച്ചു. അതിന് പക്ഷേ അയാൾക്ക് അനുവാദം വേണം, അയാളുടെ ഹയർ ഓഫീഷ്യൽസിന്റെ. ആ അനുവാദം വാങ്ങിച്ചതിന് ശേഷം അവരെ ഒരിക്കൽ കൂടി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം. അതിനുശേഷം അവരുടെ DNA സാമ്പിള് ശേഖരിക്കണം. അതാണ് യോഗിരാജിന്റെ ഐഡിയ. യോഗിരാജ് അമരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം എത്രത്തോളം വാസ്തവമാണെന്ന് ഒന്ന് റീചെക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ വിളിപ്പിക്കാം. നമുക്ക് ഒരു പരാതി ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിഗണിക്കണമല്ലോ. അങ്ങനെ ആയിക്കോട്ടെ സർ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ യോഗി അദ്ദേഹത്തിന്റെ ഹയർ ഓഫീഷ്യൽസിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ഒരു അനുവാദം വാങ്ങാനാണ്. മുനിസിപ്പൽ ചെയർമാന്റെ മകൻ ഉൾപ്പെടെയുള്ള ആ 4 സംഘത്തിന്റെ DNA പരിശോധനയ്ക്കാണ് അദ്ദേഹത്തിന് അനുവാദം വേണ്ടത്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കോൾ വന്നു. സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്തതും യോഗിയോടായി സ്റ്റേഷനിലെ ഡ്യൂട്ടി ഓഫീസർ അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. തലേദിവസം അദ്ദേഹം ചോദ്യം ചെയ്ത ആ 4 പേരിൽ ഒരാൾ രാത്രി ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് അറിയാതെ യോഗി തന്റെ മുന്നിൽ കാണുന്ന ആ കലണ്ടറിലേക്ക് നോക്കി പോവുകയാണ്. ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കൾ അപകടങ്ങളിൽ മരിച്ചതുപോലെ ഇന്നിതാ ആ ചെറുപ്പക്കാരനും മരിച്ചിരിക്കുന്നു. ഞെട്ടിപ്പോയ യോഗി ഹയർ ഓഫീഷ്യലിനെ കാണാൻ നിൽക്കാതെ അതിവേഗം സംഭവ സ്ഥലത്തെത്തി. അവിടെ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുമുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ബാക്കിയുള്ള സുഹൃത്തുക്കളും സംഭവ സ്ഥലത്തുണ്ട്. സകലയുടെ മുഖത്ത് ഒരു വല്ലാത്ത വിളർച്ചയുണ്ട്. ഒരു ബൈക്ക് അവിടെ തകർന്നു കിടപ്പുണ്ട്. ബൈക്കിന്റെ മുകളിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ പുറത്തുകൂടി ഒരു വലിയ മരം വീണിരിക്കുകയാണ്. ആ മരം വീണ് ആ ചെറുപ്പക്കാരന്റെ ബോഡി ഏതാണ്ട് 2ആയി. ഒരു ഭാഗം ബൈക്കിന്റെ ഒരു വശത്തും മറുഭാഗം മറുവശത്തും കിടക്കുകയാണ്. ബൈക്കും ഏതാണ്ട് 2ആയി മുറിഞ്ഞതുപോലെയുണ്ട്. ഒരു കൂറ്റൻ മരമാണ് അവിടെ പൊഴുതു വീണിരിക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ തോന്നിയതും യോഗി ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ ചുറ്റുവട്ടത്തുള്ള മരങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. സംശയം തോന്നിയ യോഗി സമീപത്തുള്ള ആളുകളോടൊക്കെ തലേദിവസം അവിടെ കാറ്റടിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആ ഭാഗത്ത് മാത്രം കാറ്റടിക്കുകയും ആ കാറ്റത്ത് ഒരു കൂറ്റൻ മരം കടപുഴകി ആ ബൈക്കിന് മുകളിലേക്ക് വീഴുകയും ചെയ്തിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് ഒഴിയാൻ പറ്റും മുമ്പ്
അവനെ ആ മരം രണ്ടായി മുറിച്ചിരിക്കുകയാണ്. വിളറി വെളുത്തു നിൽക്കുന്ന ആ മൂന്നംഗ സംഘം നേരെ മാസ്റ്റർ അടുത്തെത്തി. ആ മൂന്നംഗ സംഘത്തെ കണ്ടതും മാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ വാർത്ത കേട്ടിരിക്കുകയാണ്. ദൂലാങ് വീണ്ടും അത് ചെയ്തുവല്ലേ മാസ്റ്റർ, നമ്മളിനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആ ചെറുപ്പക്കാരെ ചോദിച്ചതും മാസ്റ്റർ അവരോട് പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, ആ പെൺകുട്ടിയുടെ ബോഡി എവിടെയോ ഉണ്ട്. ആ ബോഡി ഉപയോഗിച്ച് രാത്രി മാത്രമേ ദുലാങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പകല് ആ ബോഡി എവിടെയെങ്കിലും സുരക്ഷിതമായി സൂക്ഷിക്കായിരിക്കും. ആ ബോഡി നിങ്ങൾക്ക് പകൽ സമയത്ത് കണ്ടെത്താൻ പറ്റിയാൽ ആ ബോഡിയിൽ നിന്ന് കഴുത്ത് അറുത്ത് മാറ്റിയാൽ ദുലാങ് അവിടെ അവസാനിക്കും. കഴുത്ത് അറുത്ത് മാറ്റുന്നതിന് മുമ്പ് ചില മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ ആദ്യം ബോഡി കണ്ടുപിടിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാസ്റ്റർ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായും ആ ചെറുപ്പക്കാരോട് പറഞ്ഞതും ചെറുപ്പക്കാരും മാസ്റ്ററും കൂടി എവിടെയായിരിക്കും ബോഡി എന്നതിനെ കുറിച്ചുള്ള ആലോചന തുടങ്ങി. അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത് കാസയിലല്ലേ? കാസയ്ക്ക് സമീപത്തുള്ള മലയിലാണ് അവളുടെ ബോഡി അവർ കൊണ്ട് ഉപേക്ഷിച്ചത്. അവിടെ നിന്നാണ് ബോഡി മിസ്സായിരിക്കുന്നത്. ചിലപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ആ ബോഡി എടുത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നതാവോ? അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഉറപ്പായും അവരുടെ വീടിന് സമീപത്ത് കാണും. ബോഡി അഴുകാതിരിക്കാൻ മഞ്ഞിനകത്ത് ആ ബോഡി സൂക്ഷിക്കാവും. രാത്രിയാകുമ്പോൾ ആ ബോഡി പുറത്തെടുക്കുമ്പോൾ ആ ബോഡി ദുലാങ് ഏറ്റെടുക്കും. പകല് വീണ്ടും ആ ബോഡി അവിടെ ഒളിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഡോൾമയുടെ അമ്മയുടെ ആ വസതിയാണെന്നാണ്. പിന്നെ വേറൊരു സ്ഥലം ആ ലോപ്സാങ്ങിന്റെ ആ മാന്ത്രിക ഗുഹയാണ്. അവിടെ വെച്ചാണ് ദുലാങ് ആ ബോഡിയിൽ കയറി പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ദുലാങ്ങിന് ഒളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അവിടെ ആയിരിക്കും ദുലാങ് ഒളിക്കുക. ഇപ്പൊ എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്, ദുലാങ് ഒരു കൊല നടത്തിയതിനു ശേഷം ഏകദേശം ഒരാഴ്ചയോളം ഒളിക്കുകയാണ്. ചൊവ്വാഴ്ചയാവുമ്പോൾ ദുലാങ് വീണ്ടും ആളെ തേടി ഇറങ്ങുകയാണ്. ഇപ്പോ ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത ടാർഗറ്റ് നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാളാണ്. മാസ്റ്റർ പറയാതെ തന്നെ ആ 3 പേർക്കും ആ കാര്യം അറിയാം. ആ 3 പേരും കൊല്ലപ്പെട്ട 4 പേരും ചേർന്നാണ് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയത്. 4 പേർ തുടർച്ചയായ ചൊവ്വാഴ്ചകളിൽ അപകട മരണങ്ങളാൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന അവർ 3 പേരാണ്. മാസ്റ്ററും അവരും ചേർന്ന് എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കിടക്കാം എന്നുള്ള ഒരു ആലോചന അവസാനം ഒരു ധാരണയിലെത്തി. അവർ 3 പേരും 3ആയി തിരിയുക. ആവശ്യത്തിന് സപ്പോർട്ട് സംവിധാനങ്ങളൊക്കെ ഒരുക്കി 3 സ്ഥലങ്ങളിലായി കാത്തു നിൽക്കുക. 1 ആ മാന്ത്രിക ഗുഹയുള്ള ആ മലയിൽ, 2 കാസയിലെ പെൺകുട്ടിയുടെ വീട്, 3 ടൗണിലെ ആ പെൺകുട്ടിയുടെ പഴയ വീട്. ഈ 3 സ്ഥലത്തുമാണ് ആ പെൺകുട്ടിക്ക് ബന്ധങ്ങളുള്ളത്. അവിടെ എവിടെയെങ്കിലും അവളുടെ ബോഡി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ചൊവ്വാഴ്ച അവൾ പുറത്തേക്ക് വരും. അവൾ പുറത്തേക്ക് വരുന്നത് കണ്ടാൽ പിന്നീട് ആ രാത്രിയിൽ അവളെ തളയ്ക്കാൻ പറ്റില്ലെങ്കിലും പിറ്റേന്ന് പകല് അവളെ ആ സ്ഥലത്ത് വെച്ച് തളയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഇനി നടത്തേണ്ടത്. അങ്ങനെ ഒരു ധാരണയിലേക്ക് മാസ്റ്ററും കൂട്ടരും എത്തി. പക്ഷെ യോഗി ഇപ്പോൾ ഏതാണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. DNA പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പേർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഇരിക്കുമ്പോഴാണ് അതിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നത്. ഈ 4 മരണങ്ങളും തികച്ചും ആകസ്മികമായി സംഭവിച്ചിരിക്കുന്നതാണ്. എല്ലാം ആക്സിഡന്റ് ആണ്. ആ ആക്സിഡന്റുകൾ പക്ഷേ സംഭവിച്ചിരിക്കുന്ന രീതിയാണ് യോഗിയെ അമ്പരപ്പിക്കുന്നത്. ഓരോ മരണവും സംഭവിച്ചിരിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ടുള്ളത് ചൊവ്വാഴ്ച രാത്രിയാണെന്നും കാറ്റുണ്ടെന്നുള്ള കാര്യം മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു തരത്തിലുമുള്ള സാമ്യവും ആ മരണങ്ങൾ തമ്മിൽ ഇല്ല. എന്തായാലും അടുത്ത ചൊവ്വാഴ്ച ആ ബാക്കിയുള്ള 3 പേരെ നിരീക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് യോഗിയും അദ്ദേഹത്തിന്റെ പോലീസ് സിസ്റ്റവും പതുക്കെ കടക്കുകയാണ്. രഹസ്യമായിട്ടാണ് അവരുടെ ആക്ഷൻ. ചൊവ്വാഴ്ച ആകുന്നതിന് മുമ്പ് അവര് ഒരു ടീമൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ചെറുപ്പക്കാരെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് ആ പാർക്കിൽ ഒന്നിച്ചു കൂടുന്നതും സംസാരിച്ചിരിക്കുന്നതും അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു വൻ ടീം എത്തുന്നതൊക്കെ രഹസ്യമായി പോലീസ് നിരീക്ഷിക്കുകയാണ്. അവരെ നിരീക്ഷിക്കുന്ന ആ രഹസ്യ പോലീസ് അപ്പോൾ വിവരം യോഗിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 3 പേരും 3 വാഹനങ്ങളിലായി കയറി. അവർക്കൊപ്പം കുറെ ആളുകളുമുണ്ട്. ആ 3 വാഹനങ്ങളെ വേറെ 2 വാഹനങ്ങൾ വീതം ഫോളോ ചെയ്യുകയാണ്. ആ വിവരം ഉടനെ രഹസ്യ പോലീസ് യോഗിയെ അറിയിച്ചു. വിവരം പറഞ്ഞത് യോഗി അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളെ 3ആയി ഡിവൈഡ് ചെയ്ത് ആ 3 വാഹനങ്ങളെയും ഫോളോ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ശരിക്കും രഹസ്യമായ ഒരു ചേസ് എന്ന് പറയാം. ഒരു വാഹനത്തിലുള്ളത് ആ മുനിസിപ്പാലിറ്റി ചെയർമാന്റെ മകനാണ് ടിയാൻഷെങ്. ടിയാൻഷെങ് പോയത് നേരെ കാസയിലേക്കാണ്. ടിയാൻഷെങ്ങിന്റെ തൊട്ടുപുറകെ വേറൊരാളും ഉണ്ട്. അവനും കാസയിലേക്കാണ് പോയിരിക്കുന്നത്. ആ 2 വാഹനങ്ങളുടെയും പുറകിലായി
ഒത്തിരിയേറെ മറ്റു വാഹനങ്ങളുണ്ട്. കാസ ടൗണിലെത്തിയപ്പോൾ ആ 2 വാഹനങ്ങളും 2 ദിശയിലേക്കായി അങ്ങ് തിരിച്ചു. ഒരെണ്ണം ആ മലയുടെ ഭാഗത്തേക്കും ഒരെണ്ണം ഗ്രാമത്തിലേക്കും. പോലീസും അതുപോലെ രഹസ്യമായി ആ 2 വാഹനങ്ങളെ ഫോളോ ചെയ്യുകയാണ്. ഈ സമയത്ത് 3ാമത്തെ വാഹനം ഇവിടെ ഈ ലാസെ തന്നെയുണ്ട്. അവര് നേരെ പോയത് കൊല്ലപ്പെട്ട ഡോൾമയുടെ വസതിക്ക് നേരെ എതിർവശത്തുള്ള ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അതൊരു പബ്ലിക് പാർക്കാണ്. ആ പബ്ലിക് പാർക്കിന്റെ ഭാഗത്തേക്ക് എത്തിയ ആ വാഹനങ്ങൾ ഉള്ളോട്ട് മാറ്റി പാർക്ക് ചെയ്തു. അപ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നിറങ്ങിയ ആളുകൾ അവിടെ ആ പാർക്കിനകത്ത് അവിടെയുള്ള തൂണുകൾക്ക് പിന്നിലായി മറഞ്ഞു നിൽക്കുകയാണ്. അവരെ രഹസ്യമായി നിരീക്ഷിക്കുന്ന പോലീസ് സംഘം അവർക്ക് പുറകിലായി അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവരെ നിരീക്ഷിക്കുകയാണ്. ഇതേ ശൈലിയിൽ ടിയാൻഷെങ് നേരെ പോയത് ഡോൾമയുടെ വീടിരിക്കുന്ന ഭാഗത്തേക്കാണ്. അവൻ ആ വീടും പരിസരവും വ്യക്തമായി കാണാൻ കഴിയുന്ന സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അവനടുത്തായി ഗണ്ണുകളുമായി അവന്റെ സംരക്ഷകരുണ്ട്. അവരെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചു മാറി മറ്റൊരു കുന്നിൽ പോലീസും ഉണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വടക്കോട്ട് മാറി ആ മാന്ത്രിക ഡോക്ടർ താമസിച്ചിരുന്ന ഗുഹ നിരീക്ഷിച്ചുകൊണ്ട് ടിയാൻഷെങ്ങിന്റെ സുഹൃത്ത് നിൽക്കുകയാണ്. അവന്റെ അടുത്തും 3-4 ആളുകളുണ്ട്. അവരെ നിരീക്ഷിച്ചുകൊണ്ട് കുറെ മാറി മറ്റൊരു മലയിടുക്കിൽ പോലീസ് നിൽക്കുകയാണ്. ഈ 3 സ്ഥലത്തും ഒരേപോലെ നിരീക്ഷണം നടക്കുകയാണ്. ടിയാൻഷെങ്ങും അതുപോലെ ടിയാൻഷെങ്ങിന്റെ ആ 2 സുഹൃത്തുക്കളും പ്രതീക്ഷിക്കുന്നത് ദുലാങ്ങിനെയാണ്. എന്നാൽ നമ്മുടെ പോലീസുകാര് പ്രതീക്ഷിക്കുന്നത് അതല്ല. എന്തോ ഒരു അപകടം ഈ 7-അംഗ ടീമിലെ ബാക്കി 4 ആളുകൾക്കും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്നോ എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നോ ഇതുവരെയായിട്ടും പോലീസ് കണ്ടിട്ടില്ല. പോലീസിന് ഒരു അനുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ 4 സംഭവങ്ങളും ഒരു കേസിലെ പ്രതികളുമായി കണക്ട് ആയതുകൊണ്ട് മാത്രമാണ് പോലീസിന് ഈ കേസിൽ ഇത്രയേറെ താല്പര്യം വന്നിരിക്കുന്നത്. 3 സ്ഥലത്തുമുള്ള രഹസ്യ പോലീസ് അംഗങ്ങൾ വിവരങ്ങൾ അപ്പോ യോഗിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഗിയുടെ മുന്നിലുള്ള ആ 3 സ്ക്രീനുകളിൽ 3 സ്ഥലത്തുള്ള വിഷ്വലുകളുമുണ്ട്. യോഗി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ആ 3 ആളുകളെ മാത്രം വിഷ്വൽ കേന്ദ്രീകരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്ത് ഉള്ള വിഷ്വലുകളൊന്നും യോഗിയുടെ ആ സ്ക്രീനിലേക്ക് വരുന്നില്ല. എന്നാൽ സംഭവ സ്ഥലത്തുള്ള പോലീസുകാർക്ക് ബാക്കിയുള്ള വിഷ്വലുകളൊക്കെ കാണാം. അവരും ചുറ്റും നോക്കുകയാണ്. അവർ നോക്കുന്നത് ഈ 3 പേരുടെയും കൂടെയുള്ള ആളുകൾ നോക്കുന്നത് എന്താണെന്നാണ്. കൂടെയുള്ള ആളുകൾ ബൈനോക്കുലറൊക്കെ വെച്ച് ചുറ്റും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ആ വിഷ്വലിൽ തന്നെ നോക്കിയിരിക്കുന്ന യോഗിയും കൂട്ടരും ലേശം ടെൻഷനിലാണ്. കഴിഞ്ഞ മരണങ്ങളൊക്കെ നടന്നിരിക്കുന്നത് രാത്രി ഒരു 11-നും 1-നും ഇടയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി പഠിച്ച യോഗിക്ക് ആ കാര്യം കൃത്യമായിട്ട് അറിയാം. സമയം ഇപ്പോൾ 11 കഴിഞ്ഞിരിക്കുകയാണ്. യോഗിക്കൊപ്പമുള്ള പോലീസുകാരുടെയും നെഞ്ച് പടപട ഇടിക്കുകയാണ്. എല്ലാ വിഷ്വലുകളും ഇപ്പോ വളരെ വ്യക്തമായി തെളിഞ്ഞവർക്ക് കാണാം. ഒരു വിഷ്വലിൽ ഒരു ചെറുപ്പക്കാരൻ ആ ഡോൾമ താമസിച്ചിരുന്ന വസതിയിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ആ ചെറുപ്പക്കാരൻ ഒരു തൂണിന്റെ പുറകിൽ മറഞ്ഞു നിന്ന നോക്കുന്നത്. മറ്റൊരു വിഷ്വലിൽ ഒരു മലയുടെ മുകളിൽ ടിയാൻഷെങ് ബൈനോക്കുലറിലൂടെ കാസയിലെ ഡോൾമയുടെ വസതിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് 2 കുഞ്ഞു മലകൾക്കിടയിൽ ടിയാൻഷെങ്ങിന്റെ സുഹൃത്തുണ്ട്. അവനും ബൈനോക്കുലറിലൂടെ നേരെ എതിർഭാഗത്ത് കാണുന്ന മലയിലെ ആ ഗുഹയിലേക്കാണ് നോക്കുന്നത്. ആ ഗുഹയിലേക്ക് അവൻ എന്താണ് നോക്കുന്നതെന്ന് കൃത്യമായി പോലീസിന് അറിയില്ല. സമയം ഇങ്ങനെ എഴഞ്ഞു പോവുകയാണ്. ഏകദേശം ഒരു 11:45 യോഗി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അയാള് അത് നോക്ക് എന്ന് വിളിച്ച് പറയാൻ ശ്രമിക്കുന്നിടയിൽ ഒരു വിഷ്വലിൽ അയാൾ ആ കാഴ്ച കണ്ടു. മരിച്ചുപോയ ഡോൾമയുടെ വസതിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ആ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് തൊട്ടു പുറകിലെ തൂണ് വന്ന് പതിക്കുന്ന രംഗമാണ് ലൈവായി യോഗി കണ്ടത്. ഈ പയ്യൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോലീസുകാരന്റെ കൈ വിറയ്ക്കുന്നത് ആ വിഷ്വലിന്റെ അനക്കം കണ്ട യോഗിക്ക് മനസ്സിലായി. യോഗിയും ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആ സ്ക്രീനിലേക്ക് അമ്പരന്ന് നോക്കുമ്പോഴേക്കും ആ തൂണ് ആ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് വീണ് തലയും തൂണും കൂടി താഴേക്ക് ഇങ്ങനെ താരുന്ന കാണാം. സംഭവ സ്ഥലത്തേക്ക് ഉടനെ യോഗി കൂട്ടരും ഓടിയെത്തുമ്പോൾ അവിടെയുള്ള രഹസ്യ പോലീസും ആ ചെറുപ്പക്കാരന് കാവലുണ്ടായിരുന്ന ആളുകളൊക്കെ വാ പൊളിച്ച് ആ രംഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഡോൾമയുടെ വീടിന്റെ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ഓടി വരികയാണ് ശബ്ദം കേട്ടിട്ട്. യോഗി അവിടെ എത്തിയതും പോലീസുകാരോട് ചോദിച്ചു, എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ ചെറുപ്പക്കാരനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിച്ചത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ആ തൂണ് ഇടിഞ്ഞ് അവൻ്റെ പുറത്തൂടെ വീഴുന്നതാണ്. ആ ഭാഗത്ത് കാറ്റടിച്ചെന്ന് കേട്ടപ്പം ആളുകളൊക്കെ മുഖത്തോട് നോക്കിയാണ്. കാറ്റടിച്ചെന്നും എപ്പോ? അല്പനേരത്തെ. ശരിക്കും ആളുകൾക്ക് അതൊരു വല്ലാത്ത അതിശയമായി തോന്നി. അവരൊക്കെ റോഡിന്റെ നേരെ എതിർഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. ആ 2 സ്ഥലവും തമ്മിൽ 20-25 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവർക്ക് അനുഭവപ്പെടാത്ത കാറ്റ് അവിടെ മാത്രം അനുഭവപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കാറ്റടിച്ചു എന്നുള്ള കാര്യത്തിൽ ആ പോലീസുകാരും അതുപോലെ
ആ ചെറുപ്പക്കാരുടെ സുഹൃത്തുക്കളും ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും പിറ്റേ ദിവസം പത്രങ്ങളിൽ ആ വാർത്ത വലിയൊരു സെൻസേഷൻ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് എന്ന ശൈലിയിൽ ഇഷ്ടംപോലെ വാർത്തകൾ വരികയാണ്. ഏപ്രിൽ 3 ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത് മുനിസിപ്പൽ ചെയർമാന്റെ മകനും സുഹൃത്തുക്കളും ചേർന്നാണെന്നാണ് വാർത്തയുടെ പ്രധാന പോയിന്റ്. ആ സുഹൃത്തുക്കളിൽ 5 ആളുകൾ തുടർന്നുള്ള ചൊവ്വാഴ്ചകളിൽ പലതരത്തിലുമുള്ള അപകടങ്ങളിലൂടെ മരിച്ചിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചാനലുകളിലും രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 3 ഡോൾമ ആ സൂപ്പർ മാർക്കറ്റിൽ പോയത് മുതൽ ഡോൾമയുടെ ആ യാത്ര അവർ പുനരാവിഷ്കരിക്കുകയാണ്. ഇത്ര മണിക്ക് ഡോൾമ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആ യാത്ര ഡോൾമ ആ ട്രാഫിക് ഐലൻഡിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. അതിനുശേഷം ഡോൾമയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം വരെ അവർ കാണിച്ചു. ഈ വാർത്തകൾ ഉച്ചയായതോടുകൂടി ശരിക്കും ലാസയെ പിടിച്ചു കുലുക്കുകയാണ്. ശരിക്കും ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായ മുനിസിപ്പൽ ചെയർമാന്റെ മകനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന് മുകളിൽ വൻതോതിൽ ജനരോഷം ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ യോഗിയും കൂട്ടരും ആ 2 ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറണ്ട് സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ 2 പേരും അക്ഷരാർത്ഥത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ആ വാർത്തയെ ഉടൻ തന്നെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിൽ അതൊരു വലിയ സെൻസേഷണൽ വാർത്തയായി മാറി. ധാരാളം സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സകല ആളുകളുടെ കമന്റ് ഒരേ ഒരു ശൈലിയിലാണ്. അവരെവിടെ വിളിച്ചാലും ഡോൾമയുടെ കയ്യാൽ അവർ കൊല്ലപ്പെടും. അങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ വാർത്ത ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്നങ്ങ് കടന്നു കയറുന്നത്. അത് ദൂലാങ് എന്ന കഥാപാത്രമാണ്. ശരിക്കും ഡോൾമയുടെ ബോഡിയിലേക്ക് ദൂലാങ് എന്ന ആ ഡീമൻ കയറി പറ്റിയതാണ്. ഡോൾമയല്ല പ്രതികാരം ചെയ്യുന്നത്. ഡോൾമയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നത് ദൂലാങ് ആണ്. ദൂലാങ് ആണ് ചെയ്യുന്നതെന്ന് സമർത്ഥിച്ചുകൊണ്ട് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്ന ആള് അയാളുടെ അറിവ് പങ്കുവയ്ക്കുകയാണ്. ഇനി അവർ എവിടെ വിളിച്ചാലും അവർക്ക് രക്ഷ ഉണ്ടാവില്ല. ദൂലാങ് എന്ന കഥാപാത്രത്തെ കുറിച്ച് ആളുകൾക്കൊക്കെ അറിയാം. ഈ ടിബറ്റുകാരുടെ മിത്തിലെ ഒരു അഭിമാന ഘടകമാണ് ദൂലാങ്. ദൂലാങ് ദുഷ്ട ശക്തിയാണ്. പക്ഷെ അതേ സമയത്ത് ദൂലാങ് പ്രതികാര ദാഹിയുമാണ്. രാത്രിയാണ് ദൂലാങ് അറ്റാക്ക് ചെയ്യുക. ഇവിടെ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ചൊവ്വാഴ്ചകളിൽ മാത്രമേ ദൂലാങ് അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. ദൂലാങ് എന്ന കഥാപാത്രം രംഗത്ത് വന്നതോടുകൂടി ശരിക്കും ആ രാത്രി TV ചാനലുകളുടെ ചർച്ച പൂർണ്ണമായും ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ലാസയിലെ ചരിത്രത്തിൽ ഇതുവരെ ഈ ശൈലിയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടില്ല. 6 ആഴ്ചകളിലായി 6 പേരാ മരിച്ചിരിക്കുന്നത്. ഒന്നാമത് ആ പെൺകുട്ടി, പിന്നീട് 5 ചെറുപ്പക്കാർ. ആ 5 ചെറുപ്പക്കാർക്കും ആദ്യം മരിച്ച ആ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ പെൺകുട്ടിക്ക് വേണ്ടി ഓരോ ചൊവ്വാഴ്ചയും ദൂലാങ് രംഗത്ത് വരികയും ആ ആളുകളെ അവസാനിപ്പിക്കുകയുമാണ്. ഈ കഥകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനകത്തും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിലും ഇതൊരു വിഷയമായി. മുനിസിപ്പൽ ചെയർമാന്റെ മകൻ അപകടത്തിലാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പാണ്. നിയമത്തിന്റെ മുന്നിലേക്ക് മകനെ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ഒരുക്കമാണ്. പക്ഷെ മകൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് എവിടേക്കോ മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും പോലീസിന് മുകളിൽ ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. പോലീസ് സകല സ്ഥലവും അരിച്ചു പറക്കുകയാണ്. അവര് അരിച്ചു പറക്കുന്നത് സ്വാഭാവികമായും ഇപ്പോ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മുനിസിപ്പൽ ചെയർമാന്റെ മകനെയും അവന്റെ കൂട്ടുകാരനെയും. മറ്റൊന്ന്, ഈ ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ശരിക്കും ദൂലാങ് ആ ഡോൾമയുടെ ബോഡി അപഹരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അവർ അന്വേഷിക്കുന്നത്. ഡോൾമ ഒരു ബുദ്ധമത വിശ്വാസിയാണ്. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ബോഡി കഴുകന്മാർക്ക് ഭക്ഷിക്കാനായി മലയുടെ മുകളിലേക്ക് അവർ കൊണ്ടുവയ്ക്കുമെന്നുള്ള കാര്യം പോലീസിന് അറിയാം. അവിടെ സാധാരണ അത് സംഭവിക്കുന്നതാണ്. അവര് ഇനി കഴുകന് കൊടുക്കാതെ ബോഡി എവിടെയെങ്കിലും രഹസ്യമായി മാറ്റിവെച്ചു. പോലീസ് ആ അന്വേഷണം നടത്തിയപ്പോൾ അതിന് നെഗറ്റീവായ ഉത്തരമാണ് കിട്ടിയത്. ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് അന്ന് ഡോൾമയുടെ ബോഡി അവളുടെ കാസയിലെ വീട്ടിൽ നിന്ന് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയത്. അവിടെ ആ ബോഡി കൊണ്ടുവച്ച് ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ആളുകൾ മലയിൽ നിന്ന് താഴേക്കിറങ്ങിയത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകളും വീട്ടുകാരുടെ കൈവശമുണ്ട്. ഡോൾമയുടെ ബോഡി അവിടെ കഴുകന്മാർക്ക് തിന്നാനായി വിട്ടുകൊടുത്തെങ്കിൽ കഥയിൽ പറയും പോലെ ഒരു സംഭവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോഴാണ് വേറൊരു പോസ്റ്റ് രംഗത്ത് വരുന്നത്. കഴുകന് തിന്നാനായി കൊണ്ടുവച്ച ഡോൾമയുടെ ബോഡി അവിടെ പിന്നീട് തിരഞ്ഞു നിന്ന ആളുകൾ കണ്ടിട്ടില്ല എന്ന വാർത്തയാണ് വരുന്നത്. എന്നാലും അടുത്ത ദിവസങ്ങളിൽ ഇത്തരം വാർത്തകൾ കൊണ്ട് സകല വാർത്താ മാധ്യമങ്ങളും നിറയുകയാണ്. സോഷ്യൽ മാധ്യമങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ ചർച്ച. സോഷ്യൽ മാധ്യമങ്ങൾ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഡോൾമയുടെ ബോഡി കഴുകന്മാർ ഭക്ഷിച്ചോ ഇല്ലയോ?
ഡോൾമയുടെ ബോഡി കഴുകന്മാർ ഭക്ഷിക്കുന്നതിന് മുന്നേ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബോഡി എവിടെ കൊണ്ടുപോയി കാണും? ആ ഒരു ചോദ്യം സോഷ്യൽ മാധ്യമങ്ങൾ അങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ വട്ടൻ ഡോക്ടറുടെ ഗുഹ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ സോഷ്യൽ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മലയുടെ മുകളിൽ വെച്ച ഡോൾമയുടെ ആ ഡെഡ് ബോഡി അവിടെ നിന്ന് രഹസ്യമായി ആ വട്ടൻ ഡോക്ടറെ എടുത്തുകൊണ്ട് വന്ന് പരീക്ഷണം നടത്തിയെന്നും ആ പരീക്ഷണത്തിന്റെ ഫലമായി വട്ടൻ ഡോക്ടർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വട്ടൻ ഡോക്ടറുടെ ഡെഡ് ബോഡി ആ ശൂലത്തിൽ തറച്ചു കിടക്കുന്നതിന്റെ അവശിഷ്ടങ്ങളും ആ വിഷ്വലിനകത്തുണ്ട്. ആ ഒരൊറ്റ വീഡിയോ ശരിക്കും പിന്നെയുള്ള മണിക്കൂറുകളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലും ചാനലുകളിലും അത് മാത്രമായി വാർത്ത. ശരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോൾമ പെട്ടെന്ന് ആ ടിബറ്റിന്റെ മുഴുവൻ ചർച്ചയായി മാറി. എന്താണ് യഥാർത്ഥത്തിൽ ഈ ടിബറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരാളം എൻക്വയറികൾ വരികയാണ്. അതിനിടയിൽ എല്ലാവരും ചോദിക്കുന്ന ആ സിമ്പിൾ ചോദ്യം പല ചാനലുകളും ആദ്യം ഒളിഞ്ഞും അവസാനം പരസ്യമായും ചോദിക്കുകയാണ്: ഈ ചൊവ്വാഴ്ച എന്ത് സംഭവിക്കും? കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെയും ആവർത്തിക്കൂ. ആ രണ്ടു പേരിൽ ഒരാൾ കൊല്ലപ്പെടുമോ? മുനിസിപ്പൽ ചെയർമാന്റെ മകൻ ടിയാൻ ഷെങ് ആയിരിക്കുമോ കൊല്ലപ്പെടുക, അതോ അവന്റെ സുഹൃത്ത് ഹാൻസിയാൻ ആയിരിക്കുമോ കൊല്ലപ്പെടുക? അവർ രണ്ടുപേരാണ് ഇപ്പൊ അവശേഷിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ആ ചൊവ്വ അങ്ങനെ പുലർന്നു. അന്ന് എല്ലാ സോഷ്യൽ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും TV വാർത്തകളിലും ആ ചോദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആരായിരിക്കും കൊല്ലപ്പെടുക? ദൂലാങ് ആ രണ്ടിൽ ഒരാളെ കൊല്ലും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. രണ്ടുപേരെയും കൂടി ദൂലാങ് കൊല്ലില്ല എന്ന് ഏകദേശം ഒരു ധാരണ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെ ആ ഒരു ട്രെൻഡ് അങ്ങനെയാ സൂചിപ്പിക്കുന്നത്. എന്തായാലും വൈകുന്നേരമായപ്പോ ഈ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സന്ധ്യയായി, സമയം 7ആയി, 8ആയി, 9ആയി, 10ആയി. ആളുകൾ ഈ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ്. പോലീസും സകല സ്ഥലത്തും വലവരിച്ചിരിക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാനോട് പത്രക്കാർ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ മകൻ എവിടെയുണ്ടെന്ന് അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ ഹാൻസിയന്റെ വീട്ടുകാരോടും അതേ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല എന്ന മറുപടിയാണ് ഉള്ളത്. ആ രണ്ടുപേരെയും പിടികിട്ടാ പുള്ളികളായി പോലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ആളുകളെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളിന് പ്രതിഫലം വരെ പോലീസ് ഓഫർ ചെയ്തിരിക്കുകയാണ്. പോലീസ് അവരെ വേട്ടയാടി തുടങ്ങിയെന്ന് വ്യക്തമാണ്. എന്തായാലും ഹാൻസിയനെ കുറിച്ചോ ടി ഷിയാങ്ങിനെ കുറിച്ചോ ഒരു വിവരവും ഒരിടത്തും ലഭ്യമല്ല. പക്ഷേ നേരം പുലർന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ചാനലുകളാണ് ആദ്യം ബ്രേക്ക് ചെയ്തത്. ടൗണിലെ നിലവറയ്ക്ക് കാവൽ നിന്നിരുന്ന ഗാർഡുകൾ വഴിയാണ് ഒരു വാർത്ത രാവിലെ ചാനലുകൾ അറിഞ്ഞത്. ആ ഗാർഡുകൾ കാവൽ നിന്നത് ഹാൻസിയാനാണ്. പോലീസ് തലങ്ങും വിലങ്ങും ഹാൻസിയനെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു ബിൽഡിങ്ങിന്റെ നിലവറയിൽ ശരിക്കും ഹാൻസിയൻ ഉണ്ടായിരുന്നു. ഹാൻസിയന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആ ഗാർഡുകളും ഉണ്ടായിരുന്നു. ആ ഗാർഡുകൾ രാത്രി ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോൾ അവരെ ഒരു കാറ്റ് തഴുകിപ്പോയതായി വ്യക്തമായി ഓർക്കുന്നുണ്ട്. പിന്നീട് നേരം പുലർന്നപ്പോഴാണ് അവര് ഉറക്കമെണീക്കുന്നത്. ഉറക്കമെണീറ്റ ഉടൻ അവര് അകത്തേക്കാണ് ഓടിച്ചെന്നത്. അവരകത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ആ വാതില് മലർക്കെ തുറന്നു കിടക്കുകയാണ്. വാതിലിനകത്തേക്ക് അവർ കയറിയപ്പോ അവര് ഹാൻസിയനെ കണ്ടു. ഹാൻസിയന്റെ കഴുത്ത് ശരിക്കും വെട്ടിക്കീറിയിരിക്കുകയാണ്. അതിക്രൂരമായി ഹാൻസിയനെ കൊല ചെയ്തിരിക്കുകയാണ്. മൂർച്ച കുറഞ്ഞ എന്തോ കത്തി ഉപയോഗിച്ച് അനവധി തവണ ഹാൻസിയനെ വെട്ടി കൊന്നിരിക്കുകയാണ്. ഒരുപാട് ദേഷ്യം ഹാൻസിയനോട് ആ കൃത്യം ചെയ്ത ആൾക്ക് ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലാണ് ഹാൻസിയനെ കൊന്നിരിക്കുന്നത്. നേരത്തെയുള്ള ആ ഹാൻസിയന്റെ 5 സുഹൃത്തുക്കളും മരിച്ചത് അപകടങ്ങളിലാണെങ്കിൽ ഇത് വളരെ വ്യക്തമായി കൊലപാതകമാണ്. ഇനി ഈ ദൂലാങ്ങിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഹാൻസിയനെ കൊന്നതാണോ? പോലീസ് സംഘവും ഫോറൻസിക് ടീമും ഈ പോലീസ് നായും പരിശീലകരും ഒക്കെ കൂടി എത്തിയിട്ടുണ്ട്. അവിടെ നടന്നിരിക്കുന്ന പക്ക കൊലപാതകമാണ്. ആ കൊല നടത്തിയ ആളെ കണ്ടുപിടിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും സെൻസേഷണൽ വാർത്തയായി ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ അതിരാവിലെ തന്നെ അതങ്ങ് ട്രെൻഡായി മാറി. ഹാൻസിയൻ പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം അകലെ ആ അണ്ടർഗ്രൗണ്ടിൽ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വല്ലാത്തൊരു നാണക്കേടും ഞെട്ടലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അവിടെ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള ബിൽഡിങ്ങിൽ അവര് അതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രതി ഉണ്ടായിരുന്നു. വാർത്തയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അവർക്ക് അറിയത്തില്ല. യോഗിക്ക് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും യോഗി ഉൾപ്പെടെ സകലരും ശരിക്കും ഒന്നും മിണ്ടാനാകാതെ ആ ചോദ്യം ചോദിക്കുന്ന പത്രക്കാരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പൊ വിഷയം വളരെ സജീവമായി മാറുകയാണ്. അതിനിടയിൽ ആരോ ഒരാൾ കമന്റ് ചെയ്തുണ്ട്, അപ്പോ ഇനി ഒരാഴ്ച കൂടിയേ ടിയാൻ ഷിങ്ങിന് ഉള്ളൂ. അത് തീർച്ചയാണ്. ഇതിനിടയിൽ അവിടെ കാറ്റടിച്ചെന്ന കാര്യം ഒരു വാർത്തയായി മാറി. ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ചാനൽ അവരുടെ നിഗമനം അവതരിപ്പിച്ചു. സംഭവിച്ചിരിക്കുന്നത് ദൂലാങ്ങിന്റെ പ്രതികാരമാണ്. ദൂലാങ് പ്രതികാരം ചെയ്തിരിക്കുന്നു. ദൂലാങ്ങിന്റെ പ്രതികാരം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ
അതിനോടൊപ്പം ഒരു ചോദ്യം കൂടി ആ മാധ്യമങ്ങളൊക്കെ ചോദിക്കുകയാണ്. ദൂലാങ് ഇനി വരിക അടുത്ത ചൊവ്വാഴ്ചയാണ്. അത്രയും ദിവസം ദൂലാങ് ഉറപ്പായും ആ പെൺകുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാവും. ആ പെൺകുട്ടിയുടെ ബോഡി ഈ സമയത്ത് എവിടെയായിരിക്കും ഉണ്ടാവുക? ആ ബോഡി കണ്ടെത്തിയാൽ ഉറപ്പായും ദൂലാങ്ങിനെ തളയ്ക്കാൻ പറ്റും. ആദ്യമായി വളരെ പോസിറ്റീവായിട്ട് ഈ വാർത്തയെ നോക്കിക്കാണുകയാണ്. എത്ര പ്രതികാരദാഹിയായ ആളാണെങ്കിലും ആ പ്രതികാരം സമൂഹത്തിൽ ആ ശൈലി ചെല്ലാൻ അനുവദിച്ചാൽ പറ്റില്ലല്ലോ. നമുക്ക് ഒന്നിച്ച് ശ്രമിച്ചാൽ ഈ ദൂലാങ്ങിന്റെ ആത്മാവ് കയറിയിരിക്കുന്ന ആ ബോഡി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആ പെൺകുട്ടിയുടെ ബോഡിയിലാണ് ദൂലാങ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ശൈലിയിൽ തെളിവുകളുണ്ട്. അവളുടെ മുഖം വളരെ വ്യക്തമായി ആ മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് നടന്ന സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് കണ്ടതാണ്. അവളെ റേപ്പ് ചെയ്ത 7 പേരിൽ 6 പേര് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 7 മാത്രമാണ് അവശേഷിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാന്റെ മകൻ ടിയാൻഷെങ് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊല്ലപ്പെടുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇതൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആളുകളെ ചുമ്മാ കൊല്ലാൻ ആരെങ്കിലും അനുവദിക്കാനാവോ? അത് ഒരു പ്രേതമാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ആ ശൈലിയിൽ പത്രങ്ങൾ ഈ വാർത്തയെ ഇന്റർപ്രറ്റ് ചെയ്തതും സോഷ്യൽ മാധ്യമങ്ങൾ അതിൻ്റെതായ ഒരു ഇളക്കമുണ്ടായി. തുടർന്ന് ഈ ലാസക് അതുവരെ കാണാത്ത ശൈലിയിലുള്ള ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോലീസും സന്നദ്ധ പ്രവർത്തകരും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് അവർ സസൂക്ഷ്മം പരിശോധിക്കുകയും അവിടെയെല്ലാം സമഗ്രമായ പരിശോധന നടക്കുകയും ചെയ്യുകയാണ്. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവളുടെ അമ്മ, അവളുടെ അച്ഛൻ, അവളുടെ റിലേറ്റീവ്സ്, അവളുടെ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടല്ലോ. അവൾ പഠിച്ചിരുന്ന ആ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെയും പരിശോധനയ്ക്ക് വിധേയമായി. സകല ആളുകളും പരിശോധനയ്ക്ക് വിധേയമായിട്ടും അവരുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലീഡും ആർക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതിനിടയിൽ 2 ദിവസം കടന്നുപോയിരിക്കുകയാണ്. വ്യാഴാഴ്ചയായി. ഇനി ചൊവ്വാഴ്ചയാകാൻ അധിക ദിവസങ്ങളില്ല. നാട്ടുകാരൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ചില ആളുകൾ മറുചോദ്യം ചോദിക്കുകയാണ്. എവിടെ ടിയാൻഷെങ്? ടിയാൻഷെങ് ഒളിവിൽ കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്ന് 100% ഉറപ്പാണ്. അവൻ ഇപ്പോഴെങ്കിലും പോലീസിന് കീഴടങ്ങണം. കീഴടങ്ങിയാൽ അവന് അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. കേസും വിചാരണയൊക്കെ പിന്നീടല്ലേ നടക്കത്തുള്ളൂ. ഇപ്പോഴെങ്കിലും അവൻ കീഴടങ്ങണം. സകല ആളുകളുടെയും ഡിമാൻഡ് ആ ശൈലിയിലായി. ശരിക്കും ടിയാൻഷെങ് കീഴടങ്ങണം എന്നുള്ള ഒരു ആവശ്യം അങ്ങനെ വരുമ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് അതിന്റെ റിഫ്ലക്ഷനാണ് ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് ശനിയും ഞായറും ഒക്കെ കടന്ന് തിങ്കളെത്തിയത്. തിങ്കളാഴ്ച ഏകദേശം വൈകുന്നേരമായപ്പോൾ യോഗിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറുമായി ഡോൾവയ്ക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് യോഗിക്ക് കിട്ടിയത്. യോഗി അതിവേഗം ആ ടീച്ചറുടെ വീട്ടിലെത്തി. ടീച്ചറുടെ വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ അവിടെ ഇല്ല. ടീച്ചർ അവിടെ ഇല്ലെന്ന് മാത്രമല്ല, ടീച്ചറുടെ വീട് ഏതാണ്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ടീച്ചറുടെ അയൽപക്കക്കാർക്ക് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരമുണ്ട്. അവര് പോലീസിനോട് പറഞ്ഞു, സർ, ആരോ ചിലർ ഏതാനും മിനിറ്റ് കേൾക്കുമ്പോൾ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് ടീച്ചറെ വാഹനത്തിൽ എടുത്തിട്ടുണ്ട് പോയി. ഡോൾമയുടെ ആ ടീച്ചറുടെ തികച്ചും അപ്രതീക്ഷിതമായ എൻട്രിയും ആ ടീച്ചറെ ആളുകൾ തട്ടിക്കൊണ്ടുപോയ കേസുമൊക്കെ വല്ലാത്തൊരു വാർത്താ പ്രാധാന്യം ആ തിങ്കളാഴ്ച നേടുകയാണ്. എന്തിനായിരിക്കും ഡോൾമയുടെ ടീച്ചർ തട്ടിക്കൊണ്ടുപോയെന്നുള്ള ആ ചോദ്യത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ശരിക്കും ആ വട്ടൻ ഡോക്ടർ ഡോൾമയുടെ ബോഡിയിലേക്ക് മന്ത്രം തെറ്റി ഈ ദൂലാങ്ങിന്റെ ആത്മാവിനെ കയറ്റിയ ആ നിമിഷത്തിൽ ടീച്ചറും ദൂലാങ്ങിന്റെ ആത്മാവും തമ്മിൽ ഒരു കരാറ് വെച്ച് കാണൂ. ഒരു ഊഹമാണ് ആളുകൾ ചോദിക്കുന്നത്. ശരിക്കും ആർക്കും അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. എന്തായാലും കഥകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് തലകും വിലങ്ങും അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം ആ വീടിന് മുന്നിൽ നിന്ന് അവര് ശേഖരിച്ച ആ CCTV വിഷ്വലുകളെ അവരിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പോലീസിന് വളരെ വിദഗ്ധമായി ആ വിഷ്വലുകളിൽ കണ്ട വാഹനം കബളിപ്പിക്കുകയാണ്. ഡോൾമയുടെ ടീച്ചറുടെ വീടിന് മുന്നിൽ കണ്ട ആ വാഹനം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസിന് ശ്രദ്ധയപ്പെട്ടു. ഒരു പള്ളിയുടെ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ആ വാഹനത്തെ പോലീസ് കണ്ടത്. പക്ഷേ ടീച്ചർ അതിനകത്തില്ല. പോലീസിനെ അമ്പരപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ആ വാഹനം നിൽക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള CCTV ക്യാമറകളുമില്ല. പക്ഷെ അതുവഴി കടന്നുപോയ ഏതോ ഒരു വാഹനത്തിൽ, അല്ലെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിൽ ടീച്ചറെ ആ സംഘം മാറ്റി കയറ്റിയിട്ടുണ്ട്. പോലീസ് പിന്നീട് നടത്തിയത് സമാനതകളില്ലാത്ത ഒരു തിരച്ചിലാണ്. ആ ഹൈവേയിലൂടെ കടന്നുപോയ മുഴുവൻ വാഹനങ്ങളുടെയും ഒരു പരിശോധനയാണ് പോലീസ് തുടർന്ന് നടത്തിയത്. തൊട്ടടുത്ത ജംഗ്ഷനിൽ CCTV ക്യാമറകളുണ്ട്. ഈ പള്ളിയുടെ അടുത്തുനിന്ന് ആ ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്തിനിടയിൽ വേറെ ഇടവഴികളുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു ബുദ്ധിസ്റ്റ് ദേവാലയത്തിന്റെ സമീപത്തേക്ക് ഒരു വഴി പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തേക്ക് വേറൊരു റോഡുണ്ട്. അത് കഴിഞ്ഞ ജംഗ്ഷനാണ്. ജംഗ്ഷൻ 4 ഭാഗത്തേക്കും റോഡുണ്ട്. ഈ ഭാഗത്തെല്ലാം CCTV ക്യാമറകളുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ആ CCTV ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലൊക്കെ പോലീസ് അനലൈസ് ചെയ്തപ്പോൾ അനവധി വാഹനങ്ങൾ ആ പല വഴികളിലൂടെയും മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് വാഹനത്തിലാണ് ഈ ടീച്ചറെ കൊണ്ടുപോയെന്നുള്ള കാര്യം
പോലീസിന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഏതോ ഒരു വാഹനത്തിനകത്ത് ആ ടീച്ചർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസ് സംശയമില്ല. എന്തായാലും ആ പകല് മുഴുവൻ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും ടീച്ചറുടെ പൊടി പോലും കിട്ടിയില്ല. പിന്നീട് ഒരു തുമ്പ് പോലീസിന് കിട്ടുമ്പോഴേക്കും ചൊവ്വാഴ്ച നേരം പുലർന്നു കഴിഞ്ഞു. അത് ഒരു കറുത്ത SUV ആണ്. ആ കറുത്ത SUV ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞപ്പോൾ ആ ക്യാമറയുടെ ആംഗിളിന്റെ പ്രത്യേകത കൊണ്ട് ഒരു വിഷ്വലിനകത്ത് പുറകെ സീറ്റിൽ ടീച്ചറെ ആ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ടീച്ചറുടെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുന്ന ആളുകൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് മാസ്ക് ഇല്ല. ടീച്ചറുടെ ആ ചിത്രം സൂക്ഷ്മമായി ഒപ്പിയെടുത്ത പോലീസ് സംഘം ആ SUVയെ ഫോളോ ചെയ്ത് തുടങ്ങി. പക്ഷെ കഷ്ടകാലത്തിന് രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടി അവർക്ക് ആ SUV കിട്ടപ്പോൾ SUV ഒരു ഗ്രൗണ്ടിന് സമീപത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഭാഗത്തും CCTVകളില്ല. അവിടെ നിന്ന് വേറെ വണ്ടിയിലേക്ക് ടീച്ചറെ കയറ്റിയിരിക്കുന്നത് വ്യക്തമാണ്. മനഃപൂർവ്വം സമയം ഇഴക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രിയാണല്ലോ അടുത്ത ആള് കൊല്ലപ്പെടുക. അതിനു മുമ്പ് എന്തോ ഒരു കാര്യം ആ ടീച്ചർ ഉപയോഗിച്ച് ചെയ്യാൻ ആ ടീച്ചറെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ട്. ശരിക്കും ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയ വഴിവഴിയാണ്. ആ വഴിയുടെ അപ്പുറത്തേക്ക് വീടുകളുണ്ട്. ആ വീടുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ CCTV ക്യാമറ കാണുമെന്നുള്ള ഒരു ഉദ്ദേശം പോലീസിനുണ്ട്. പോലീസ് അതിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. എന്തായാലും പോലീസിന്റെ അന്വേഷണം അങ്ങനെ നടക്കുമ്പോൾ നഗരത്തിലെ ഒരു വസതിയിൽ ഒരു കർമ്മം നടക്കുകയാണ്. ആ കർമ്മം നടക്കുന്നത് ഒരു കളത്തിനകത്താണ്. ആ കളത്തിനകത്ത് ഇപ്പൊ നമുക്ക് വ്യക്തമായും ഡോൾമയുടെ ബോഡിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് മരിച്ച ഡോൾമയുടെ ആ ബോഡിക്ക് ഒരു കുഴപ്പവുമില്ല. ആ പെൺകുട്ടി അവിടെ എങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ നേരെ എതിർഭാഗത്തായി ഒരു പീഠത്തിൽ ആ ടീച്ചർ ഇരിക്കുന്നുണ്ട്. ടീച്ചറുടെ നേരെ ഓപ്പോസിറ്റായി നല്ല നീളമുള്ള താടി ഒഴിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇരിക്കുകയാണ്. അയാൾ ഒരു പീഠത്തിലായി ഇരിക്കുന്നത്. അവർക്ക് ചുറ്റുമായി 9 പീഠങ്ങളിലായി 9 ആളുകൾ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെറിയ കളങ്ങളുണ്ട്. 9 കളങ്ങൾ. ആ 9 കളങ്ങളിലായി അവര് ചില ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീച്ചറെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ താടിയുള്ള മനുഷ്യൻ അയാളുടെ മുന്നിലുള്ള ആ വലിയ കളത്തിലേക്ക് ചില കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ആ പൂജാദ്രവ്യങ്ങൾ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അവർക്ക് പുറകിലായി കാണുന്ന ആ വൃത്തത്തിലെ 9 ആളുകളും അതേ കൃത്യം അവരുടെ മുന്നിലെ ആ 9 കളങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുലാങ്ങിനെ ഒഴിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അവിടെ കിടക്കുന്ന ആ കുട്ടിയുടെ ബോഡിയിൽ ദുലാങ് ഉണ്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ആ കുട്ടിയുടെ ബോഡിയുമായി ദുലാങ് എണീക്കും. അതിനു മുമ്പ് ആ ബോഡിയിലുള്ള ദുലാങ്ങിനെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ കർമ്മങ്ങൾക്ക് ആ കുട്ടിയുമായി ബന്ധമുള്ള ഒരാളുടെ സാന്നിധ്യം അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് ആ ടീച്ചറെ അവിടെ എത്തിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ടീച്ചറാണ് യഥാർത്ഥത്തിൽ ആ മാന്ത്രികന്റെ ഗുഹയിൽ നിന്ന് ദുലാങ് ഉള്ള ആ ബോഡി രഹസ്യമായി ടൗണിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും ടീച്ചറുടെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഡോൾമ. ഡോൾമയുടെ ആ കൊലപാതകം അവർ ശരിക്കും പിടിച്ചുലച്ചിരുന്നു. അവര് ഡോൾമയെ അതിക്രൂരമായി ആരൊക്കെ ചേർന്ന് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും തേങ്ങിപ്പോയിരുന്നു. ഡോൾമയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവർക്ക് ലഭിച്ച ചില ഇൻഫർമേഷനാണ് അവരെ ഈ വിഷയത്തിൽ ഇടപെടിപ്പിച്ചത്. ഡോൾമയുടെ ബോഡിക്കുള്ളിൽ നിന്ന് ശേഖരിച്ച സെമൻ അവിടെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ DNA പരിശോധനാ ഫലം രഹസ്യമായി അധികാരികൾ വെച്ചിരുന്നെങ്കിലും ടീച്ചറുടെ സുഹൃത്തു വഴി ആ DNA ആരുടേതാണെന്ന് അവര് തിരിച്ചറിഞ്ഞു. മുനിസിപ്പൽ ചെയർമാന്റെ മകൻ അടങ്ങിയ ഗ്യാങ് ആണ് ഡോൾമയെ റേപ്പ് ചെയ്തത്. ശരിക്കും ആ വിവരം ഡോൾമ കൊല്ലപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കകം അധികാരികൾ അറിഞ്ഞതാണ്. അവരത് രഹസ്യമായി സൂക്ഷിക്കായിരുന്നു. ആ വിവരം അറിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ടീച്ചർ ഡോൾമയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആ കാസ ഗ്രാമത്തിലെത്തിയത്. ആ ചടങ്ങിന്റെ ഭാഗമായി ആദ്യ അവസരം ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറും കൂടി ചേർന്നിട്ടാണ് ആ ബോഡി ആ മലയുടെ മുകളിൽ എത്തിച്ചത്. അവളുടെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു ഡോൾമ. അവളെ അതിക്രൂരമായി കൊല ചെയ്ത ആളുകളോടുള്ള ദേഷ്യം ആ മല ഇറങ്ങി വരുമ്പോൾ ടീച്ചറുടെ മനസ്സിലുണ്ട്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ടീച്ചർ പല കാര്യങ്ങളും ആലോചിച്ചു. എങ്ങനെ അവരുടെ പ്രതികാരം ചെയ്യും, ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഇപ്പൊ ടീച്ചർക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. പക്ഷെ ടീച്ചർക്ക് മറ്റൊരു കാര്യം അറിയാം. ആ നഗരത്തിലെ ഏറ്റവും ശക്തൻ മുനിസിപ്പൽ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ കാറ്റുപോലും ചലിക്കില്ല. ആ സ്ഥലത്തെ പാർട്ടി സെക്രട്ടറി കൂടിയാണ് ആ മുനിസിപ്പൽ ചെയർമാൻ. അദ്ദേഹത്തിന്റെ വാക്കിനപ്പുറത്തായി ഒന്നും നടക്കില്ല എന്നറിയാവുന്ന ടീച്ചർ എന്താണ് ഇനി ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ച് കാസ ടൗണിലെത്തി. അവര് അന്ന് അവിടെ തന്നെ തങ്ങി. കാസ ശരിക്കും ഒരു വലിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ടൗൺ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. അവിടെ തങ്ങിയ ആ ടീച്ചർ രാത്രിയായപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. ആ ബോഡി അങ്ങനെ അങ്ങ് കഴുകന്മാർ ഭക്ഷിക്കാൻ പാടില്ല.
ആ പ്രതികളെ കിട്ടുന്നതുവരെ ആ ബോഡി സംരക്ഷിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി രാത്രി അവര് താമസിക്കുന്ന ആ ചെറിയ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ടീച്ചർ ആ മലയുടെ മുകളിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോ ടീച്ചർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ആ ബോഡി അവിടെ ഇല്ല. ആ ബോഡി അങ്ങനെ അങ്ങ് കഴുകന്മാർ കൊത്തിയെടുത്തോണ്ട് പോകത്തൊന്നുമില്ലല്ലോ. ഇത് കഴുകന്മാർ കൊത്തിയൊന്നുമല്ല. ആ ബോഡി ആരോ എടുത്തു മാറ്റിയിരിക്കുകയാണ്. തന്നെ പോലെ മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ തൽപരരായിട്ടുണ്ടോ? ആദ്യം ടീച്ചർക്ക് സംശയം തോന്നിയത് ഈ ഡോൾമയുടെ മാതാപിതാക്കളെയാണ്. അവള് ആ രാത്രിയിൽ പതുങ്ങി ഡോൾമയുടെ വസതിക്ക് സമീപത്തി. പക്ഷെ അവിടെ നിരീക്ഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ ആരായിരിക്കാം ആ ബോഡി എടുത്തിരിക്കുക? ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ടീച്ചർ ആ കാസ ടൗണിൽ തന്നെ അങ്ങനെ തുടരുകയായിരുന്നു. ഏകദേശം 2 ദിവസത്തെ ടീച്ചറുടെ അന്വേഷണത്തിന്റെ ഒടുവിൽ ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെ ആ കാസ ഗ്രാമത്തിൽ നിന്ന് മാറി മലയിടുക്കിൽ ഒരു ആള് താമസിക്കുന്നുണ്ട്. അയാള് ഒരു ഡോക്ടറായിരുന്നു. പക്ഷെ ഇപ്പോ വട്ടാണ്. അയാളുടെ വട്ടെന്ന് പറയുന്നത് മൃതദേഹങ്ങൾ മോഷ്ടിച്ച് അതിൽ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ആ കഥ അറിഞ്ഞതും ടീച്ചർ ആ മല തിരക്കി ചെന്നു. അവിടെ ആ മല തിരക്കി ആ ഗുഹയിലെത്തിയ ടീച്ചർ ചെല്ലുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ വട്ടൻ ഡോക്ടറെ ഒരു ശൂലത്തിന് മുകളിലേക്ക് ഡോൾമ എടുത്തു പൊക്കി താഴേക്ക് താഴ്ത്തുന്ന രംഗമാണ് കാണുന്നത്. അയാളുടെ ദേഹത്ത് 3 സ്ഥലത്തുകൂടി ആ ശൂലം അങ്ങ് തുളച്ച് പുറത്തു വരികയാണ്. ആ രംഗം കണ്ട് ടീച്ചർ പോലും അറിയാതെ ടീച്ചർ വായിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും ഡോൾമ തിരിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ടീച്ചർ ഞെട്ടി വിറച്ചങ്ങനെ നിൽക്കുമ്പോൾ ഡോൾമ ടീച്ചറുടെ അടുത്തേക്ക് വന്നു. ടീച്ചറുടെ അടുത്തേക്ക് വന്ന ഡോൾമയുടെ കൈ ടീച്ചറുടെ കഴുത്തിലേക്ക് നീങ്ങിയതും ടീച്ചർ ധൈര്യം സംഭരിച്ച് ഡോൾമയോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയെ അറിയാം. ഇവിടെ കൊന്ന ആളുകളെ എനിക്കറിയാം. അവരെ കൊല്ലാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ടീച്ചർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ടീച്ചറുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന ആ കൈ അവിടെ അങ്ങ് നിശ്ചലമായി. ആ നിമിഷത്തിൽ ഡോൾമയുടെ ബോഡിയിൽ കയറി പറ്റിയിരുന്ന ആ ദുലാംഗം ടീച്ചറും തമ്മിൽ ഒരു ധാരണയായി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ രാത്രി തന്നെ ടീച്ചറും ആ ദുലാംഗം കൂടി ടീച്ചറുടെ ബസ്സിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. അന്നു മുതൽ ടീച്ചറാണ് ഡോൾമയെ യഥാർത്ഥത്തിൽ ഒളിപ്പിച്ചിരുന്നത്. വളരെ ഭംഗിയായി കാൽക്കുലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് ആണ് തുടർന്നുള്ള ആഴ്ചകളിൽ നടന്നത്. എല്ലാ ചൊവ്വാഴ്ചയും പ്രതികാരം ചെയ്യാനുള്ള ഒരു ധാരണയിലേക്ക് ടീച്ചറും ആ ദുലാംഗം ചേർന്ന് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ഇന്നത്തെ രാത്രി അവരുടെ ടാർഗറ്റ് സാക്ഷാൽ ടിയാൻഷെങ് ആണ്. ആ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ ടിയാൻഷെങ് അല്പം മാറി നിന്ന് ഈ കഥ കേൾക്കുകയാണ്. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ടീച്ചർ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ടീച്ചർ, ഞാൻ ടിയാൻഷെങ് ആണ്. എന്നെ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ ഒരു ദുലാങ്ങിനും പറ്റില്ല. ഇതല്ലേ ദുലാങ്. ദുലാങ് ഇപ്പോ ഈ മണിക്കൂറിൽ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ടീച്ചർ, ഈ ദുലാങ് അവസാനിച്ചതിന് ശേഷം നമുക്ക് തമ്മിൽ ഒന്ന് കാണേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ടീച്ചറെ ഒന്ന് നോക്കി. അതിസുന്ദരിയാണ് ടീച്ചർ. അവന്റെ മൈൻഡ് സെറ്റ് സ്വാഭാവികമായും ടീച്ചർക്കും വായിച്ചെടുക്കാം. ടീച്ചർ അവനോട് പറഞ്ഞു, ഹേയ് ടിയാൻഷെങ്, കർമ്മഫലം എന്നൊന്നുണ്ട്. നീ എവിടെ ഒളിച്ചാലും നിന്റെ വിധി നിന്നെ തേടി വരിക തന്നെ ചെയ്യും. എന്ത് വിധി? വിധി തീരുമാനിക്കുന്നത് ഞാനാണ് ടിയാൻഷെങ്. ഞാൻ വിധിക്കും, അത് നടക്കും. അങ്ങനെ ടിയാൻഷെങ് ആത്മവിശ്വാസത്തോട് പറഞ്ഞപ്പോ ടീച്ചർ ടിയാൻഷെങ്ങിനോട് പറഞ്ഞു, നിന്റെ ഇതേ വിശ്വാസമാണല്ലോ നിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോ എവിടെയെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ ടീച്ചർ ചോദിച്ചതും ടിയാൻഷെങ്ങിന്റെ മുഖം ഒന്ന് മങ്ങി. ടിയാൻഷെങ് ടീച്ചറെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അവന്റെ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചു. അതിവേഗത്തില ചടങ്ങ് നടക്കുന്നത്. സമയം ഇങ്ങനെ പോവുകയാണ്. 6 മണി ആയി കഴിഞ്ഞാൽ ഈ ദുലാങ് ആ ബോഡിയുടെ പൂർണ്ണ പവർ ഏറ്റെടുക്കും. പിന്നെ ദുലാങ്ങിന് തൊടാനാവില്ല. അക്കാര്യം ആ ചടങ്ങ് നിയന്ത്രിക്കുന്ന ആ പുരോഹിതന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നേടിയ മുഴുവൻ അറിവുകളും അവിടെ ആ ദുലാങ്ങിനെ ഒഴിപ്പിക്കാനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ചാട്ടവാറുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ചാട്ടവാറ് കൊണ്ട് തറയിൽ കിടക്കുന്ന ആ ഡോൾമയുടെ ബോഡിയിലേക്ക് അയാൾ ആഞ്ഞ് അടിച്ചു തുടങ്ങി. അയാൾ ആഞ്ഞടിക്കുമ്പോൾ ആ 9 കളങ്ങളെയും നിയന്ത്രിക്കുന്ന ആ 9 മാന്ത്രികരും ആ കളങ്ങളിലേക്ക് അവരുടെ കയ്യിലുള്ള പൂജാദ്രവ്യങ്ങൾ അങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലമായി ഒരു പുകപടലം അവിടെ ഇങ്ങനെ രൂപപ്പെട്ടു. ആ എൻറ്റിയർ കളവും ആ പുകയിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിറയുകയാണ്. ശരിക്കും മന്ത്രങ്ങളുടെയും ആ അടിയുടെയും ശബ്ദമല്ലാതെ നമുക്ക് വേറൊന്നും കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല. ആ അടിയുടെ ശബ്ദത്തോടൊപ്പം അവിടെ മുഴുവൻ പുക നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 5:30 മണിയായപ്പോൾ ആ അടി സാവധാനം അങ്ങ് നിന്നു. ആ പുക പതുക്കെ അങ്ങനെ കെട്ടടങ്ങിയാണ്. ആ പുക കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും കഷ്ടമായി ചിതറിയിരിക്കുന്ന ദുലാങ്ങുള്ള ഡോൾമയുടെ ബോഡിയാണ്. ദുലാങ്ങിന് ഇനി ആ ബോഡി ഉപയോഗിക്കാൻ പറ്റില്ല. ആ രംഗത്തേക്ക് നോക്കിയാൽ ആ ടീച്ചറുടെ മുഖത്ത് ശരിക്കൊരു വിഷമമുണ്ട്. ടീച്ചർ ആ ബോഡിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ 9 ആളുകളും മുന്നോട്ട് വന്ന്
ആ ചെറിയ മാംസകഷ്ണങ്ങൾ നടുക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ആ തീക്കുണ്ടത്തിലേക്ക് ഒന്നൊന്നായി എടുത്തിട്ട് തുടങ്ങി. ആ പെൺകുട്ടിയുടെ ആ ബോഡി പാർട്സ് അവിടെ ആ തീക്കുണ്ടത്തിൽ ദഹിപ്പിച്ച് തീർത്താൽ അവിടെ ദുലാങ് അവസാനിക്കും. ദുലാങ് ഉള്ള ബോഡി അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ദുലാങ്ങിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതറിയാവുന്ന ആ 9 അംഗ സേന അവരുടെ ആ കൃത്യങ്ങൾ അതിവേഗം ചെയ്യുകയാണ്. അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള ആ ക്ലോക്കിലേക്ക് പാളി വീഴുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അവർ ആ കൃത്യങ്ങൾ ചെയ്തു തീർക്കണം. എന്തായാലും അവരുടെ ആ ശ്രമത്തിന് ഫലമുണ്ടായി. അവസാന കഷ്ണം ആ ഹോമകുണ്ടത്തിൽ എരിഞ്ഞു തീരുമ്പോഴും സൂര്യൻ ആകാശത്ത് തന്നെയുണ്ട്. സൂര്യ അസ്തമനത്തിന് മുന്നേ തന്നെ അവർ ആ കൃത്യം പൂർത്തീകരിച്ചു എന്ന് വ്യക്തം. കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതും ആ താടിയുള്ള ആ സന്യാസി വര്യൻ ടിയാൻഷിങ്ങിനോട് പറഞ്ഞു, ടിയാൻഷിങ്, ഇനി ഭയക്കേണ്ടതില്ല. ദുലാങ് ഈ ബോഡിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനി ദുലാങ്ങിന് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. ദുലാങ് ആ ബോഡിയിൽ നിന്ന് പുറത്തായതോടുകൂടി ദുലാങ്ങും ടീച്ചർ എന്നുള്ള ബന്ധവും നഷ്ടമായിരിക്കുകയാണ്. ടീച്ചറെ ഇനി ദുലാങ്ങിന് തിരിച്ചറിയാനും പറ്റില്ല. ആ കാര്യം കൂടി സന്യാസി പറഞ്ഞതും ടിയാൻഷിങ് ഒന്ന് ചിരിച്ചു. ടീച്ചർ, നേരത്തെ നിങ്ങൾ വിധിയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് വിധിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ടീച്ചറുടെ വിധി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ടിയാൻഷിങ് ആ സന്യാസിമാരെ ഒന്ന് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു, ഇനി നിങ്ങൾക്ക് മടങ്ങാം. അവര് ടിയാൻഷിങ് പറഞ്ഞത് കേട്ടതും ആ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ടിയാൻഷിങ് ടീച്ചറുടെ അടുത്തേക്ക് വന്നു. ടീച്ചർ, എന്തായാലും ടീച്ചർ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഈ രാത്രി എന്നോടൊപ്പം പങ്കിടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് കേട്ട ടീച്ചർ ടിയാൻഷിങ്ങിനോട് പറഞ്ഞു, ടിയാൻഷിങ്, ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ വിധി നീയല്ല തീരുമാനിക്കുകയെന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ട് ടിയാൻഷിങ്ങിനെ മൈൻഡ് ചെയ്യാതെ ആ വാതിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതും ടിയാൻഷിങ് ടീച്ചറുടെ പുറകെ ഓടിയെത്തി ടിയാൻഷിങ് ടീച്ചറുടെ ബോർഡിലേക്ക് പിടിക്കാൻ ശ്രമിച്ചതും പെട്ടെന്നാണ് ഒരു വെടിയുടെ ശബ്ദം കേട്ടത്. ഒരു ഗണ്ണിൽ നിന്നുള്ള ആ ഷോട്ട് ആ ടീച്ചറുടെ ഷോൾഡറിന് മുകളിലൂടെ ടീച്ചറെ പിടിക്കാനാഞ്ഞ ടിയാൻഷിങ്ങിന്റെ നെറ്റിയിൽ തന്നെ തറച്ചു കയറി. ആ വെടിയുടെ ശബ്ദം കേട്ട് ടീച്ചർ അമ്പരന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഒരു ശബ്ദത്തോടെ ടിയാൻഷിങ് താഴേക്ക് വീഴുകയാണ്. ആ സമയത്ത് ആ ഹാളിലേക്ക് പോലീസുകാരെ ഓടിക്കയറുന്ന പോലീസുകാരുടെ ഏറ്റവും മുന്നിൽ സാക്ഷാൽ യോഗിയാണുള്ളത്. യോഗിയുടെ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടയാണ് ടിയാൻഷിങ്ങിനെ താഴെ പതിപ്പിച്ചത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളുടെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് ആ ബിൽഡിങ്ങിലാണ് ടീച്ചർ ഉള്ളെന്നുള്ള കാര്യം യോഗിയും കൂട്ടരും അറിയുന്നതും അവിടേക്ക് അവർ പാഞ്ഞെത്തുന്ന ആ നിമിഷത്തിലാണ് ടീച്ചറുടെ അടുത്തേക്ക് ഓടി വരുന്ന ടിയാൻഷിങ്ങിന്റെ ഇടത് കൈയിൽ ഒരു ഗണ്ണ് ഉയരുന്നത് യോഗിയുടെ ശ്രദ്ധയപ്പെട്ടത്. ടിയാൻഷിങ് ടീച്ചർ വെടിവെക്കാൻ പോവുകയാണെന്ന് മനസ്സിലായ ആ നിമിഷത്തിൽ യോഗി ടിയാൻഷിങ്ങിന് നേരെ വെടിയുതിർത്താണ്. നമുക്കിപ്പോ മരിച്ചു കിടക്കുന്ന ആ ടിയാൻഷിങ്ങിന്റെ തൊട്ടടുത്തായി ഒരു ഗണ്ണ് കാണാം. ഇത് ഒരു ഫിക്ഷൻ കഥയാണ്. ചില സംഭവങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കഥയാണ്. ഈ കഥയോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ കഥ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. താങ്ക് യു.